പുരാതന ഗ്രീക്കിലെ ഒരു സൈനിക സമൂഹമായിരുന്നു സ്പാർട്ടൻസ്. ചെറുപ്പം മുതൽ തന്നെ യുദ്ധത്തിന് വേണ്ടി ശീലിച്ചിരുന്നവർ യുദ്ധത്തിന് വേണ്ട മെയ്ക്കരുത്തോ ആയുധമികവോ പ്രകടിപ്പിക്കാത്തവരെ കൊന്നൊടുക്കുക വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സൈന്യത്തിലെ ഒരു നേതാവായിരുന്നു ക്രാറ്റോസ് എന്ന ചെറുപ്പക്കാരൻ. അയാളുടെ യുദ്ധതന്ത്രങ്ങൾ വളരെ ക്രൂരമായിരുന്നെങ്കിലും തൻ്റെ പടയെ പെട്ടെന്ന് വിജയത്തിലേക്ക് എത്തിക്കുന്നതായിരുന്നു. അതുകൊണ്ട് 50 പേരടങ്ങിയ പടയെ നയിച്ചിരുന്ന അയാൾ വൈകാതെ തന്നെ 50,000 പേരെ നയിക്കുന്ന ഒരവസ്ഥയിലേക്കെത്തി. അയാൾ കീഴടക്കാൻ പോകുന്ന രാജ്യങ്ങളിലെല്ലാം ചോരക്കളമായി. ശത്രുക്കളെല്ലാം സ്പാർട്ടൻസിൻ്റെ വാളിനിരയായി മരണം വരിച്ചു. എന്നാൽ ക്രാറ്റോസിനെതിരെ നിൽക്കാൻ ഒരാളുണ്ടായിരുന്നു, അയാളുടെ പ്രിയ പത്നി. പക്ഷെ അതിനും ക്രാറ്റോസിന് തടയാൻ കഴിഞ്ഞില്ല. സ്പാർട്ടൻസിൻ്റെ ഖ്യാതി ലോകം മുഴുവൻ എത്തുമ്പോൾ ഞാൻ ഈ യുദ്ധം നിർത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ക്രാറ്റോസ് പിന്നെയും തൻ്റെ പടയോട്ടങ്ങൾ തുടർന്നു. ഒരുപാട് വിജയങ്ങൾ കരസ്ഥമാക്കി, ഒരുപാട് കുടുംബങ്ങൾ അനാഥമാക്കിക്കൊണ്ട് അയാൾ മുന്നോട്ട് തന്നെ നീങ്ങി. അയാൾ പറയുന്നത് കണ്ണുമടച്ച് വിശ്വസിക്കുന്ന, വിജയത്തിലോട്ട് മാത്രം കണ്ണുനട്ട് നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ അയാളോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ അത് നീണ്ടു നിന്നത് കിഴക്ക് നിന്ന് വന്ന പടയാളികളുടെ മുന്നിലെത്തുന്നത് വരെ മാത്രമായിരുന്നു. കാടും മലയും താണ്ടി വന്ന അവരുടെ മുന്നിൽ ചെറുപ്പം മുതൽ തന്നെ ശീലിച്ചിരുന്ന യുദ്ധമുറകളൊന്നും വിലപ്പോയില്ല. സ്പാർട്ടൻസിനേക്കാൾ ക്രൂരന്മാരായ, ലവലേശം മരണത്തെ ഭയമില്ലാത്ത കിഴക്കൻ പടയാളികൾക്ക് മുന്നിൽ സ്പാർട്ടൻസിൻ്റെ എണ്ണം കുറഞ്ഞു വന്നു. സ്പാർട്ടൻ പടയാളികൾ കൂട്ടക്കുരുതിക്കിരയായി. മണിക്കൂറുകൾ നീണ്ട യുദ്ധത്തിൽ അവരൊരു വൻ തോൽവി ഏറ്റുവാങ്ങി. മരണാസന്നനായി കടക്കുമ്പോൾ ക്രാറ്റോസിന് ഒരു ഭയമേ ഉണ്ടായിരുന്നുള്ളൂ, മരിക്കുമെന്ന ഭയമല്ല, തോൽക്കുമെന്ന ഭയം. കിഴക്കൻ രാജാവ് തൻ്റെ ഗദയുയർത്തിയപ്പോൾ ക്രാറ്റോസ് ആകാശത്തോട്ട് നോക്കി വിളിച്ചു, എയ്രീസ്, നീ എന്നെ ഇപ്പോൾ സഹായിക്കുകയാണെങ്കിൽ ഞാൻ നിന്റെ ദാസനാവാം. എയ്രീസ് എന്നാൽ ഗ്രീക്കുകാരുടെ യുദ്ധദേവനാണ്. ഗ്രീക്കുകാരുടെ ദൈവങ്ങൾ അതിബുദ്ധിമാന്മാരും അവസരം നല്ലതുപോലെ ഉപയോഗിക്കുന്നവരുമായിരുന്നു. ക്രാറ്റോസ് അത് പറഞ്ഞു കഴിഞ്ഞതും മേഘങ്ങൾ ഇരുണ്ടുകൂടി അവിടെ നിഴൽ വിരിച്ചു. ആകാശം നെടുകെ പിളർന്നുകൊണ്ട് ഭീമനായൊരു രൂപം ഒളിമ്പസിൽ നിന്ന് നേരിട്ടിറങ്ങി വന്നു. എയ്രീസ്, യുദ്ധങ്ങളുടെ ദൈവം. എയ്രീസിന് മുന്നിൽ വണങ്ങിക്കൊണ്ട് ക്രാറ്റോസ് പറഞ്ഞു, നീ എന്നെ ഇപ്പോൾ സഹായിച്ചാൽ ഇനി മുതൽ ഞാൻ നിന്റെ ദാസനാണ്. ശക്തനായ ക്രാറ്റോസിനെ അടിമയായി കിട്ടിയാൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് എയ്രീസിന് അറിയാമായിരുന്നു. എയ്രീസ് ആ അവസരം മുതലാക്കി. എന്നാൽ താൻ എന്ത് വലിയ കെണിയിലാണ് പെടുന്നതെന്ന് ക്രാറ്റോസിന് അറിയില്ലായിരുന്നു. അയാളുടെ ആർത്തി, വിജയത്തിനോടുള്ള അയാളുടെ ത്വര അയാളുടെ ചിന്താശേഷിയെ മറച്ചു കളഞ്ഞു. എയ്രീസിൻ്റെ കിങ്കരന്മാരായ 2 ഹാർപ്പികൾ പാതാള ലോകമായ ഹെയ്ഡ്സിൻ്റെ ഏറ്റവും അടിത്തട്ടിലെ ഇരുമ്പാലകളിൽ ഉണ്ടാക്കിയ 2 വാളുകൾ കൊണ്ടുവന്ന് ക്രാറ്റോസിൻ്റെ കൈകളിൽ ബന്ധിപ്പിച്ചു. എയ്രീസുമായുള്ള ഉടമ്പടിക്ക് തെളിവെന്നപ്പോൾ യുദ്ധദേവനായ എയ്രീസിൻ്റെ ഭൂമിയിലെ പടയാളിക്ക് സാധാരണ വാളുകളും പരിചയം പോരല്ലോ. ആ വാളുപയോഗിച്ച് കിഴക്കൻ രാജാവിൻ്റെ തലയർത്തെറിയുമ്പോൾ ക്രാറ്റോസ് തൻ്റെ വിദൂര സ്വപ്നങ്ങളിൽ പോലും കരുതി കാണില്ല എന്തുമാത്രം വിലയാണ് താൻ തൻ്റെ ഈ തീരുമാനത്തിന് കൊടുക്കേണ്ടി വരാൻ പോകുന്നതെന്ന്. എയ്ഡീസിൻ്റെ ദൈവീയ ശക്തിയാൽ കിഴക്കൻ പടയാളികൾ ഒന്നൊന്നായി കളത്തിൽ മരിച്ചു വീണു. അങ്ങനെ ആ തവണയും സ്പാർട്ടൻസും ക്രാറ്റോസും ജയിച്ചു. പിന്നീടും ക്രാറ്റോസും പടയാളികളും ഒരുപാട് യുദ്ധങ്ങളും പടയോട്ടങ്ങളും നടത്തി. അത് ഐരീസ് എന്ന യജമാനന് വേണ്ടിയാണെന്ന് മാത്രം. നിരാലംബരും നിസ്സഹായരുമായ ഒരുപാട് മനുഷ്യർ അവരുടെ വാളിന് മുന്നിൽ പിടഞ്ഞു വീണ് മരിച്ചു. അപ്പോഴും ആ പട്ടാളത്തിൻ്റെ ലക്ഷ്യം ജയം മാത്രമായിരുന്നു. എയ്രീസ് പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ എയ്രീസിന് വേണ്ടി ഈ വിജയം കൈവരിക്കുമെന്ന ഭാവം. പയ്യെ പയ്യെ ക്രാറ്റോസിനുള്ളിലെ മനുഷ്യത്വം മങ്ങി വന്നു. പകരം അവിടെ എങ്ങനെയെങ്കിലും ജയിക്കണമെന്നും കൊല്ലണമെന്നുമുള്ള ഒരാഗ്രഹം മാത്രമായി. ഒരിക്കൽ എയ്രീസിൻ്റെ നിർദ്ദേശപ്രകാരം അഥീനയുടെ അമ്പലത്തിലേക്ക് അവരൊരു പടയോട്ടം നടത്തി. ക്രാറ്റോസിൻ്റെ നിർദ്ദേശപ്രകാരം അവിടെ മുഴുവൻ തീ വെച്ച് അവിടെയുള്ള ഭക്തജനങ്ങളെയെല്ലാം അവർ കൊന്നൊടുക്കിക്കൊണ്ടിരുന്നു. ക്രാറ്റോസ് അമ്പലത്തിന് മുന്നിലെത്തി ഒരു നിമിഷം നിന്നു. എയ്രീസിൻ്റെ ദൈവിക ശക്തിയുള്ള തന്നെ ഒന്നിനും തടുക്കാൻ കഴിയില്ല എന്നറിയാമായിരുന്നിട്ടും എന്തോ ക്രാറ്റോസിനെ പിന്നിലോട്ട് വലിച്ചു. ആ അമ്പലത്തിൽ കയറരുത് എന്നൊരു തോന്നൽ. അപ്പോൾ ഒരു വൃദ്ധ പുറത്തോട്ട് വന്ന് ക്രാറ്റോസിനെ നോക്കി പറഞ്ഞു, നീ അകത്ത് കയറരുത്, അകത്ത് കയറിയാൽ സംഭവിക്കുന്നതൊന്നും മാറ്റാൻ കഴിയില്ല. ആ വാക്കുകൾ ക്രാറ്റോസിൻ്റെ കാതിൽ മുഴങ്ങിയത് തൻ്റെ പ്രിയ ദേവിയുടെ അമ്പലം തകരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെയോ പുലമ്പുന്ന ഒരു ഭ്രാന്തൻ സ്ത്രീയുടെ ജൽപ്പനകളായിട്ടാണ്. വാതിൽ തല്ലി തകർത്തുകൊണ്ട് അകത്ത് കയറിയ ക്രാറ്റോസ് കണ്ണിൽ കണ്ടവരെയെല്ലാം വാളിനിരയാക്കി. ഒരു ഭ്രാന്തനെ പോലെ അയാൾ ഓരോരുത്തരെയായി കൊന്നുകൊണ്ടിരുന്നു. എന്നാൽ അവിടുത്തെ അവസാന മനുഷ്യ ശരീരവും ചലനമറ്റപ്പോൾ ക്രാറ്റോസ് ഒരു ഞെട്ടിക്കുന്ന കാര്യം മനസ്സിലാക്കി. താൻ അവസാനം കൊന്ന 2 പേർ തൻ്റെ പ്രിയ പത്നിയും മകളുമാണെന്നുള്ള സത്യം.
തൻ്റെ വാളിനാൽ തന്നെ കൊല്ലപ്പെട്ട തൻ്റെ കുടുംബത്തെയും പുണർന്നുകൊണ്ട് നിൽക്കുന്ന ക്രാറ്റോസിന് മുന്നിലോട്ട് ഏരീസ് പ്രത്യക്ഷപ്പെട്ടു. നീ നല്ലൊരു ദാസനാണ്. നിന്നെ ഭൂമിയുമായി ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു ഘടകം ഈ കുടുംബമാണ്. ആ കുടുംബം ഇപ്പോൾ ഇല്ലാതായി. ഇനി നിനക്ക് പഴയതിലും നന്നായി എനിക്ക് വേണ്ടി ജോലി ചെയ്യാൻ കഴിയും. എന്നിട്ട് ഏരീസ് അപ്രത്യക്ഷമായി. പക്ഷേ ഏരീസ് മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ടായിരുന്നു. ക്രാറ്റോസിൻ്റെ ചിന്താശേഷിയും മനുഷ്യത്വവും നഷ്ടപ്പെട്ടിട്ടില്ല എന്നും അത് അയാളുടെ ഉള്ളിൽ തന്നെ കുഴിച്ചുമൂടപ്പെട്ടതാണെന്നും ഏരീസ് എന്തുകൊണ്ടോ മറന്നു. ആ അമ്പലം കത്തി അമരുമ്പോൾ പുറത്തേക്കിറങ്ങിയ ക്രാറ്റോസ് കണ്ടത് നേരത്തെ കണ്ട വൃദ്ധയെയാണ്. അപ്പോഴാണ് അയാൾ ശ്രദ്ധിച്ചത് അവർ വെറുമൊരു വൃദ്ധയായിരുന്നില്ല, ആ ഗ്രാമത്തിലെ ഒറാക്കിളായിരുന്നു. ഒരുപക്ഷെ നേരത്തെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അയാൾക്ക് മനസ്സിലാകുമായിരുന്നു ഒറാക്കിളിന് ഭാവി കാണാനുള്ള ശക്തിയുണ്ടെന്നും ഭാവി എന്താകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അമ്പലത്തിൽ കയറരുതെന്നും ക്രാറ്റോസിനോട് അവർ പറഞ്ഞതെന്നും. ആ ഒറാക്കിൾ ക്രാറ്റോസിനോട് പറഞ്ഞു, നിന്റെ ചെയ്തികളൊന്നും നീ മറക്കരുത്. ഇതുവരെ ചെയ്ത എല്ലാ ക്രൂരകൃത്യങ്ങളും നീ ഓർത്തിരിക്കണം. അതുകൊണ്ട് നിന്റെ ഭാര്യയുടെയും മകളുടെയും ചാരം നിന്റെ ശരീരത്തിൽ ഇനി എന്നും നിന്നോടൊപ്പം ഉണ്ടാകും. ആ ചാരം വന്ന് കയറുന്നപ്പോൾ അയാൾ ഒരു പ്രേത സമാനമായ രൂപമായി മാറി. അങ്ങനെ സ്പാർട്ടയിലെ പ്രേതം എന്നറിയപ്പെടുന്ന ക്രാറ്റോസ് ജനിച്ചു. എൻ്റെ സന്തോഷവും പ്രതീക്ഷകളും അവരെന്നിൽ നിന്ന് എടുത്തു മാറ്റി. എന്നിൽ ബാക്കിയായത് വേദന മാത്രം. ഞാൻ അവർക്ക് തിരികെ നൽകാൻ പോകുന്നതും അതുതന്നെയാണ്. Ares, destroy my enemies, and my life is yours! ഗ്രീക്ക് പുരാണങ്ങളനുസരിച്ച് മനുഷ്യർക്ക് മുമ്പ് ദേവന്മാരുണ്ടായിരുന്നു. ദേവന്മാർക്ക് മുമ്പ് മനുഷ്യരെ പോലെയുള്ള എന്നാൽ ആകാശം മുട്ടുന്ന ആകാരമുള്ള ടൈറ്റാനുകളുണ്ടായിരുന്നു. എന്നാൽ അവയ്ക്കു മുമ്പ് ഭൂമി സൃഷ്ടിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന പ്രൈമോഡിയൽസ് ഉണ്ടായിരുന്നു. ഈ പ്രൈമോഡിയൽസ് തമ്മിൽ വളരെ നാൾ യുദ്ധത്തിലായിരുന്നു. ഈ യുദ്ധത്തിനിടയ്ക്ക് ഒരുപാട് ഉടമ്പടികൾ ഉണ്ടാക്കുകയും ലംഘിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് ഫ്യൂരികൾ എന്ന ജീവികൾ ജനിക്കുന്നത്. ഉടമ്പടികൾ പാലിക്കാതെ ഇരിക്കുന്നവർക്ക് ഏറ്റവും കുറഞ്ഞ ശിക്ഷയായിരുന്നു മരണം എന്നാണ് ഫ്യൂരികൾ വിശ്വസിച്ചിരുന്നത്. അതിൻ്റെ ജീവിക്കുന്ന രക്തസാക്ഷിയായിരുന്നു ഏഗൺ എന്ന 100 കൈയുള്ള ജീവികളിൽ ഒരാൾ. അയാൾ ചെയ്ത തെറ്റ് സിയസ് എന്ന ദൈവരാജാവിനോട് ഒരു ഉടമ്പടി വയ്ക്കുകയും അത് പാലിക്കാതെ നടന്നു പോവുകയും ചെയ്തു എന്നതായിരുന്നു. അതിനു പകരമായി ഫ്യൂരികൾ അയാളെ നിരന്തരം വേട്ടയാടി. ഒടുവിൽ അയാളുടെ ജീവിച്ചിരിക്കുന്ന ശരീരത്തിൽ തന്നെ അവരൊരു തടവറ പണിതു. വാക്ക് പാലിക്കാത്തവരെ മാത്രം നിക്ഷേപിക്കാൻ വേണ്ടി നിർമ്മിച്ച ഒരു നിർമ്മിതി. ഏരീസിന്റെ ചതിയിൽപ്പെട്ട ക്രാറ്റോസ് ഇനി മുതൽ അയാളുടെ അടിമയായിരിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മാറിപ്പോയപ്പോൾ അയാൾ അറിയാതെ വിളിച്ചു വരുത്തിയത് ഈ ഫ്യൂരികളുടെ ആക്രമമായിരുന്നു. അങ്ങനെ വളരെ യാത്രകൾക്കും പ്രയാണങ്ങൾക്കും ഒടുവിൽ ക്രാറ്റോസ് അവയിൽ നിന്ന് മോചനം നേടുകയും ഫ്യൂരികളെ കൊന്നൊടുക്കുകയും ചെയ്തു. ആ ഉടമ്പടിയിൽ നിന്ന് അങ്ങനെ അയാൾ മോചിതനായെങ്കിലും അയാൾ അറിഞ്ഞ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഏരീസ് എന്ന യുദ്ധദേവന്റെ വലിയൊരു പദ്ധതിയിലെ ചെറിയൊരു കണ്ണി മാത്രമായിരുന്നു ക്രാറ്റോസ്. എങ്ങനെയെങ്കിലും ദേവരാജാവായ സിയസിനെയും ഒളിമ്പസ് മലനിരകളിലെ ദൈവങ്ങളെയും കീഴടക്കണം എന്ന ഏരീസിന്റെ പദ്ധതിയുടെ തുടക്കമായിരുന്നു ക്രാറ്റോസിനെ തൻ്റെ അടിമയാക്കി മാറ്റുക എന്നുള്ളത്. ഫ്യൂരികളെല്ലാം കൊന്നൊടുക്കിയെങ്കിലും തൻ്റെ ഉടമ്പടിയിൽ നിന്ന് മോചിതനായെങ്കിലും ക്രാറ്റോസ് എന്ന മനുഷ്യന് പഴയ കാര്യങ്ങളൊന്നും മറക്കാൻ കഴിയുന്നതായിരുന്നില്ല. ഒരുപാട് ദുസ്വപ്നങ്ങളും കുറ്റബോധവും മനസ്സിൽ നിറഞ്ഞതുകൊണ്ട് അയാൾ ദൈവങ്ങൾക്ക് വേണ്ടി സേവ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ തനിക്ക് ഏരീസിൽ നിന്ന് വരദാനമായി കിട്ടിയ അമാനുഷിക ശക്തികൾ ഉപയോഗിച്ച് ദൈവങ്ങൾക്ക് വേണ്ടി അയാൾ 10 വർഷം സേവനമനുഷ്ഠിച്ചു. എന്നാൽ അയാളുടെ ദുസ്വപ്നങ്ങൾക്ക് യാതൊരു കുറവും വന്നില്ല. ഒടുവിൽ അഥീന ദേവിയെ ക്രാറ്റോസ് നേരിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കെൻ്റെ പാപങ്ങളിൽ നിന്നും ദുസ്വപ്നങ്ങളിൽ നിന്നും മോചനം വേണം. അതിന് ഞാൻ എന്ത് ചെയ്യണം? അതിന് അഥീന പറയുന്ന മറുപടി, ഏരീസ് എന്ന യുദ്ധദേവൻ ഇപ്പോൾ ഏതൻസിൽ യുദ്ധം നടത്തുകയാണ്. നിനക്ക് ഏരീസിനെ തടയാൻ കഴിഞ്ഞാൽ, അവനെ കൊല്ലാൻ കഴിഞ്ഞാൽ ദൈവങ്ങൾ നിന്റെ തെറ്റുകളെല്ലാം മാപ്പാക്കി തരും. അഥീന അങ്ങനെ പറയുന്നതിനൊരു കാര്യമുണ്ടായിരുന്നു. സിയൂസ് എന്ന ദൈവരാജാവ് ദൈവങ്ങൾ തമ്മിൽ കലഹിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അഥീനയ്ക്ക് ഏരീസിനെതിരെ നേരിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നതായിരുന്നു ആ ഒരു കാരണം. അങ്ങനെ അഥീന ക്രാറ്റോസിനെ ഏതൻസിലോട്ട് പറഞ്ഞു വിടുന്നു. ആ പട്ടണത്തിൽ വെച്ച് ക്രാറ്റോസിനൊരു വിചിത്ര അനുഭവം ഉണ്ടാകുന്നു. ഒരു ശവക്കുഴി തോണ്ടുന്ന വൃദ്ധൻ ക്രാറ്റോസിനോട് നിന്റെ ശവക്കുഴിയാണ് താൻ തോണ്ടുന്നതെന്നും നിനക്കിനിയും സമയമുണ്ടെന്നും പറയുന്നു. എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് മനസ്സിലാകാത്തത് കൊണ്ടും അത് കാര്യമായി എടുക്കാത്തത് കൊണ്ടും ക്രാറ്റോസ് ഏതൻസിലെ ഒറാക്കിളിനെ കാണാൻ പോകുന്നു. ആ ഒറാക്കിൾ ക്രാറ്റോസിനോട് പറയുന്ന കാര്യം, നീ ഒരു മനുഷ്യനാണ്, നിനക്ക് ദൈവത്തിനെ തോൽപ്പിക്കാൻ പറ്റും. പക്ഷെ അതിന് പണ്ടോറയുടെ പെട്ടി എന്ന് പറയുന്ന ഒരു ദുരൂഹ വസ്തു വേണം.
അതാണ് ഒരു മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഏറ്റവും ശക്തിയുള്ള ആയുധം. അത്രയും നാൾ ഗ്രീക്കുകാർ കെട്ടുകഥകളിൽ മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിച്ചിരുന്ന ഒരു വസ്തുവാണ് പണ്ടോറയുടെ പെട്ടി. അത് എവിടെയാണ്, എങ്ങനെ എടുക്കാം എന്ന് അന്വേഷിക്കുമ്പോൾ അഥീനാദേവി തന്നെ അതിനൊരു മറുപടി കൊടുക്കുന്നു. ഏതൻസിനപ്പുറം ശപിക്കപ്പെട്ടവരുടെ മരുഭൂമി എന്നറിയപ്പെടുന്ന ഒരു വലിയ മരുഭൂമിയുണ്ട്. ആ മരുഭൂമിയിൽ കറങ്ങി നടക്കുന്ന കൊറോണോസ് എന്ന ടൈറ്റാനിൻ്റെ ചുമലിലായി പണിഞ്ഞിട്ടുള്ള ഒരു അമ്പലത്തിലാണ് ഈ പണ്ടോറയുടെ പെട്ടി സൂക്ഷിച്ചിരിക്കുന്നത്. കൊറോണോസ് എന്ന ടൈറ്റാൻ സിയൂസ് ദൈവത്തിൻ്റെ അച്ഛനാണ്. ടൈറ്റാനുകളും ദൈവവും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ഫലമായി ടൈറ്റാനുകൾ തോൽപ്പിക്കപ്പെടുകയും ടർട്ടാറസ് എന്നറിയപ്പെടുന്ന നരകക്കുഴിയുടെ അടിയിലോട്ട് തള്ളപ്പെടുകയും ചെയ്തു. എന്നാൽ സ്വന്തം അച്ഛനായ കൊറോണോസിന് മാത്രം സിയൂസ് മറ്റൊരു വിധി കാത്തുവച്ചു. ഈ അമ്പലവുമായി തൻ്റെ ശരീരത്തിലെ അവസാന മാംസതരിയും അസ്ഥികളിൽ നിന്ന് വിട്ടുമാറുന്നത് വരെ കറങ്ങി നടക്കുക. അങ്ങനെ ചെയ്തതിൻ്റെ ഒരു ലക്ഷ്യം ശിക്ഷയായിരുന്നെങ്കിലും മറ്റൊന്ന് പണ്ടോറയുടെ പെട്ടി എന്ന ദൈവങ്ങളെ നശിപ്പിക്കാൻ കെൽപ്പുള്ള ആയുധം ബാക്കി ആളുകളിൽ നിന്നെല്ലാം മാറ്റി സൂക്ഷിക്കുക എന്നതും കൂടിയായിരുന്നു. എഥീന പറഞ്ഞതനുസരിച്ച് ക്രാറ്റോസ് ആ അമ്പലത്തിൽ കയറുകയും ആ അമ്പലത്തിൻ്റെ പല തട്ടുകളായി ഭരിച്ചിരുന്ന പല ദൈവങ്ങളെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് പണ്ടോറയുടെ പെട്ടി സ്വന്തമാക്കുന്നു. എന്നാൽ പണ്ടോറയുടെ പെട്ടി ക്രാറ്റോസിൻ്റെ കയ്യിലെത്തിയ കാര്യം മറ്റൊരാൾ അറിയുന്നു. ഏതൻസ് ആക്രമിച്ചുകൊണ്ടിരുന്ന ഏരീസ്. പണ്ടോറയുടെ പെട്ടി ഒരുപക്ഷെ നിനക്ക് കിട്ടിയേക്കാം, പക്ഷെ അതുപയോഗിക്കാൻ നിനക്കൊരവസരം വരില്ല ക്രാറ്റോസ് എന്ന് പറഞ്ഞുകൊണ്ട് ഏതൻസിലെ ഒരു വലിയ കൽത്തൂണ് പിഴുത് ക്രാറ്റോസിന് നേരെ എറിയുകയും അത് ക്രാറ്റോസിനെ കൊല്ലുകയും ചെയ്തു. മൃതപ്രായനായിരിക്കുന്ന ക്രാറ്റോസിന് എയ്രീസിൻ്റെ സഹായികളായ ഹാർപ്പികൾ ആ പെട്ടിയുമായി പോകുന്നത് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. മരിച്ച് പാതാള ലോകത്തിലോട്ട് വീഴുന്ന ക്രാറ്റോസ് മരണത്തിന് കീഴടങ്ങാൻ തയ്യാറാവുന്നില്ല. അയാൾ തൻ്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് എങ്ങനെയൊക്കെയോ വീണ വഴിയിൽ കൂടെ തന്നെ തിരിച്ചു കയറുന്നു. അങ്ങനെ തിരിച്ചു കയറി അയാൾ ഏതൻസിലെത്തുമ്പോൾ വീണ്ടും ആ ശവക്കുഴി വെട്ടുന്ന വൃദ്ധനെ കാണുന്നു. പക്ഷെ അയാൾ ഒരു കാര്യം പറയുന്നു, ക്രാറ്റോസ്, നിന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒളിമ്പസിലെ ദൈവം അഥീന മാത്രമല്ല. എന്നാൽ അയാൾ അധികമൊന്നും പറയാത്തതുകൊണ്ട് ക്രാറ്റോസ് വീണ്ടും യുദ്ധമുഖത്തേക്ക് പോകുന്നു. അവിടെ കാണുന്നത് ഒരു കടലെടുക്ക് നിറഞ്ഞുകൊണ്ട് ഒരു കയ്യിൽ പണ്ടോറയുടെ പെട്ടിയും പിടിച്ച് സ്വന്തം അച്ഛനും ദൈവങ്ങളുടെ രാജാവുമായ സിയൂസിനെ വെല്ലുവിളിക്കുന്ന ഏരീസിനെയാണ്. വെറുതെ ഏരീസിനെ നേരിട്ടാൽ മരണം സുനിശ്ചിതമാണെന്നറിയാവുന്ന ക്രാറ്റോസ് തൻ്റെ ശക്തിയെല്ലാം ഉപയോഗിച്ച് അയാളുടെ കയ്യിൽ നിന്ന് പണ്ടോറയുടെ പെട്ടി കൈക്കലാക്കുന്നു. അങ്ങനെ 1000 കാതങ്ങൾക്ക് ശേഷം പണ്ടോറയുടെ പെട്ടി വീണ്ടും തുറക്കപ്പെടുന്നു. ഏരീസിനോളം വലിപ്പം വയ്ക്കുന്ന ക്രാറ്റോസിന് ഏരീസ് യുദ്ധതന്ത്രങ്ങളിൽ നിസ്സാരക്കാരനല്ല എന്നും മനസ്സിലാകുന്നു. മരിച്ചുപോയ നിരപരാധികളുടെയും സ്വന്തം കൈകൊണ്ട് മരിച്ച ഭാര്യയുടെയും ദുസ്വപ്നങ്ങളെല്ലാം ക്രാറ്റോസിനെ മുന്നിൽ കാണിച്ചുകൊണ്ട് തളർത്താൻ ഏരീസ് പരമാവധി നോക്കുന്നു. ഒരു വിധത്തിലെല്ലാം ആ ശ്രമങ്ങളിൽ ഏരീസ് വിജയിച്ചെങ്കിലും അന്തിമ വിജയം ക്രാറ്റോസിന് തന്നെയായിരുന്നു. ആ കടലിടുക്കിലുള്ള ഒരു വലിയ പാലം വാളായി ഉപയോഗിച്ചുകൊണ്ട് ക്രാറ്റോസ് ഏരീസിൻ്റെ ജീവൻ എടുക്കുന്നു. അത്രയും നാൾ സംഭവിക്കാത്തത് ആദ്യമായി സംഭവിച്ചു. കേവലം വെറുമൊരു മനുഷ്യൻ ഒളിമ്പസിലെ ഒരു ദൈവത്തെ കൊന്നിരിക്കുന്നു. തൻ്റെ ലക്ഷ്യമെല്ലാം പൂർത്തീകരിച്ചു. ഏതൻസ് എന്ന പട്ടണം മോചിതയായി. ക്രാറ്റോസിനെ പറ്റി അതേ അവസ്ഥ പറയാൻ പറ്റുമായിരുന്നില്ല. ഏരീസ് അയാളുടെ മനസ്സിൽ തീർത്ത മറ മാറിയതോടുകൂടെ ദുസ്വപ്നങ്ങൾ കൂടിക്കൊണ്ടിരുന്നു. ഒടുവിൽ വീണ്ടും അഥീനയെ വിളിച്ചു വരുത്തി ക്രാറ്റോസ് ചോദിക്കുന്നു, നിങ്ങൾ എനിക്ക് തന്ന വാക്ക് എൻ്റെ ദുസ്വപ്നങ്ങളും പാപങ്ങളുമെല്ലാം മാറുമെന്നല്ലേ? ഇപ്പോഴും അത് മാറിയിട്ടില്ലല്ലോ. ഗ്രീക്കിലെ ദൈവങ്ങൾ വളരെ കൗശലക്കാരായിരുന്നു. വാക്കുകൾ വളച്ചൊടിക്കുന്നതിലും ഉപയോഗിക്കുന്നതിലുമെല്ലാം അഗ്രഗണ്യരായവർ. നിന്റെ ചെയ്തികളൊന്നും ആർക്കും മറക്കാൻ കഴിയില്ല, പക്ഷേ അതെല്ലാം പുറത്തു തന്നിരിക്കുന്നു. എന്നാൽ നിന്റെ ദുസ്വപ്നങ്ങൾക്ക് തടയിടുമെന്ന് ഞാൻ വാക്ക് തന്നിട്ടില്ല. അതിനെന്നെ കൊണ്ട് കഴിയുമെന്നും തോന്നുന്നില്ല. അതും പറഞ്ഞ് എഥീന അപ്രത്യക്ഷമാകുന്നു. തൻ്റെ മനസ്സിന് സമാധാനം കിട്ടണമെങ്കിൽ മരണമല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് തീരുമാനിക്കുന്ന ക്രാറ്റോസ് ഗ്രീക്കിലെ ഏറ്റവും ഉയരമുള്ള കടലിടുക്കിൻ്റെ മുകളിൽ കയറുന്നു. ഒരിക്കൽ സ്പാർട്ടയുടെ ഖ്യാതി ലോകം മുഴുവൻ പടർത്താൻ നടന്ന പടയാളി ഇന്ന് കടലിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ പോകുന്നു. പക്ഷേ ക്രാറ്റോസിൻ്റെ വിധി മറിച്ചായിരുന്നു. കടലിൽ വീഴുന്നതിന് തൊട്ടു മുമ്പ് അയാളുടെ ശരീരം തൂവല് പോലെ ഭാരം കുറഞ്ഞതാകുന്നു. പയ്യെ മുകളിലോട്ട് ഉയർന്നു വന്ന് കരയിലെത്തുന്ന അയാൾ കാണുന്നത് എഥീനയെയാണ്. ദൈവങ്ങൾക്ക് വേണ്ടി വലിയൊരു ഉപകാരം ചെയ്തു തന്ന ക്രാറ്റോസിനെ മരണത്തിലോട്ട് തള്ളിവിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അതും പറഞ്ഞ് അഥീന പുതിയൊരു കവാടം ക്രാറ്റോസിന് തുറന്നു കൊടുക്കുന്നു. ഏരീസ് എന്ന യുദ്ധദേവനെ നീ വകവരുത്തിയപ്പോൾ ഒളിമ്പസിലെ ഒരു സിംഹാസനം അതിൻ്റെ നാഥനെയും കാത്തിരിപ്പുണ്ട്. ആ സിംഹാസനം നിനക്കുള്ളതാണ്. ഇനി മുതൽ യുദ്ധത്തിൻ്റെ ദേവൻ നീയാണ്. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട, മരണം പോലും കൈവിട്ട ക്രാറ്റോസ് മനസ്സിലാ മനസ്സോടെ ആ സിംഹാസനത്തിൽ
സ്ഥാനമുറപ്പിക്കുന്നു. അത് കഴിഞ്ഞ് കാലാകാലങ്ങളായി നടന്ന യുദ്ധങ്ങളെല്ലാം ക്രാറ്റോസ് എന്ന യുദ്ധദേവന്റെ മേൽനോട്ടത്തിന് കീഴിലായിരുന്നു എന്നാണ് ഗ്രീസിൽ പറഞ്ഞറിവ്. ക്രാറ്റോസ് ആ സിംഹാസനത്തിൽ ഇരിപ്പുറപ്പിക്കുമ്പോൾ ഒളിമ്പസിലെ ദൈവങ്ങൾ അറിഞ്ഞിരുന്നില്ല അവർക്കുള്ള ദിനരാത്രങ്ങൾ എണ്ണപ്പെട്ടുവെന്ന്. യുദ്ധദേവന്റെ സിംഹാസനത്തിൽ ഇരിപ്പുറപ്പിച്ചിട്ടും ക്രാറ്റോസിന് യാതൊരു സമാധാനവും ഉണ്ടായിരുന്നില്ല. പഴയ കാര്യങ്ങൾ അയാളുടെ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തലായി വന്നുകൊണ്ടിരുന്നു. അതിൽ പലതും അയാൾ ചെയ്ത കൂട്ടക്കുരുതികളുടെയും നിസ്സഹായരായ മനുഷ്യരുടെയും മുഖമായിരുന്നു. എന്നാൽ ആ ഓർമ്മകളിൽ ഒന്ന് വ്യത്യസ്തമായിരുന്നു. അതിലയാളുടെ പ്രായമായ അവശ്യായ അമ്മയുടെ മുഖവും കുതിരക്കുളമ്പടികൾക്കൊപ്പം അകന്നു പോകുന്ന അനിയൻ്റെ നിലവിളിയുമായിരുന്നു. അതെ, ക്രാറ്റോസിന് ഒരു അനിയനുണ്ട്. അവൻ്റെ പേര് ഡെയ്മോസ്. അത് വെറുമൊരു ഓർമ്മയല്ലെന്നും അത് തനിക്ക് ചിലപ്പോൾ തിരുത്താൻ കഴിഞ്ഞേക്കാം എന്നും തോന്നിയതുകൊണ്ട് ക്രാറ്റോസ് തൻ്റെ സിംഹാസനത്തിൽ നിന്നും ഇറങ്ങി അത് അന്വേഷിക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ അവൻ അഥീനയെ വീണ്ടും കണ്ടു. അഥീനയെ എന്തിനാണ് എപ്പോഴും ക്രാറ്റോസ് വിളിക്കുന്നത്? അതിനൊരു കാരണമുണ്ട്. ക്രാറ്റോസ് ഇപ്പോൾ യുദ്ധത്തിൻ്റെ ദേവനാണെങ്കിൽ അഥീന ബുദ്ധിയുടെയും കൗശലത്തിൻ്റെയും ദേവതയാണ്. എൻ്റെ പല ഓർമ്മകളും ഒന്നും ചെയ്യാൻ പറ്റാത്തതാണ്. എന്നാൽ ഇത് ഒരു പക്ഷേ എനിക്ക് മാറ്റാൻ കഴിഞ്ഞേക്കാം എന്ന് അഥീനയോട് പറഞ്ഞപ്പോൾ അവരുടെ പ്രതികരണം ഒട്ടും പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞു പോയതാണ്, നീ ഇതിനെ പിന്തുടർന്ന് പോകാതിരിക്കുക എന്ന് മാത്രമേ അഥീന അവനോട് പറഞ്ഞുള്ളൂ. എന്നാൽ അഥീന പറഞ്ഞത് ഒട്ടും കാര്യമാക്കാതെ തന്നെ അവൻ യാത്രയായി. ക്രാറ്റോസ് അവിടെ നിന്ന് കപ്പൽ മാർഗം നേരെ പോയത് അറ്റ്ലാന്റിസ് എന്ന മനോഹരമായ പട്ടണത്തിലേക്കാണ്. കടലിൽ നടുക്ക് ഒരു ദ്വീപായി സ്ഥിതി ചെയ്യുന്ന ആ പട്ടണത്തിലായിരുന്നു പോസൈഡന്റെ ഒരുപാട് ഭക്തന്മാരും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ അയാൾക്ക് വേണ്ടി ഒരു അമ്പലവും പണി കഴിപ്പിച്ചിരുന്നു. ആ ദ്വീപിനെ സംരക്ഷിച്ചിരുന്നത് കടൽ ദേവനായ പൊസൈഡനാണ് എന്നാണ് അവിടത്തുകാർ വിശ്വസിച്ചു പോകുന്നതും. അതിൻ്റെ കരയെത്തുന്നതിന് തൊട്ടു മുമ്പ് സ്കൈല എന്ന കടൽ ജീവി ക്രാറ്റോസിൻ്റെ കപ്പൽ ആക്രമിച്ചു തകർക്കുന്നു. നീരാളിക്കൈകളുള്ള സ്കൈല ഒരിക്കൽ സുന്ദരിയായ ഒരു യുവതിയാണെന്നും ഐതിഹ്യങ്ങൾ പറയുന്നു. ഇപ്പോൾ അവൾ കടലിടുക്കിൽ യാത്രക്കപ്പലുകൾ കാത്തു കിടക്കുന്നു. അവിടെ വെച്ച് ക്രാറ്റോസിന് സ്കൈലയെ നേരിടേണ്ടി വരികയും ആ ജീവിയെ അവിടെ വെച്ച് തന്നെ അവൻ കൊല്ലുകയും ചെയ്തു. അങ്ങനെ അറ്റ്ലാന്റിസിലെത്തുന്ന ക്രാറ്റോസ് തൻ്റെ അമ്മയായ കലിസ്റ്റയെ കാണുന്നു. അവർ തീരെ അവശ്യമായിരുന്നു, സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ. ആ മാതാവ് മരണക്കിടക്കയിൽ നിന്ന് ക്രാറ്റോസിനോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞൊപ്പിക്കുന്നു. അത് അവൻ്റെ അനിയനായ ഡെയ്മോസിനെ പറ്റിയാണ്. നിന്നെയും കാത്തിരിക്കുന്ന അനിയൻ ഡെയ്മോസിന് അധികം സമയമില്ല, അവനിപ്പോഴും ജീവനോടെയുണ്ട്. ക്രാറ്റോസിന് തൻ്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എങ്ങനെയാണ് തൻ്റെ അനിയൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടാകുന്നത്? അവൻ്റെ മങ്ങിയ ഓർമ്മകളിൽ വളരെ കുറച്ച് കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഏതൊരു സ്പാർട്ടൻ കുടുംബത്തിലെയും പോലെ വീട്ടിന് മുന്നിൽ യുദ്ധമുറകൾ അഭ്യസിച്ചു കൊണ്ടിരുന്ന ക്രാറ്റോസും അനിയൻ ഡെയ്മോസും ഒരു ദിവസം കാണുന്നത് പതിവില്ലാത്തൊരു കാഴ്ചയായിരുന്നു. അഗ്നി വിഴുങ്ങിയ അമ്പുകൾ ആകാശത്തിൽ നിന്ന് തങ്ങളുടെ പട്ടണത്തിലോട്ട് വർഷിക്കുന്നു. എങ്ങും നിലവിളിയും നിസ്സഹായതയും മാത്രം. അതിനിടയിൽ കൂടി 2 പേർ കുതിരപ്പുറത്ത് അവർക്ക് നേരെ വരുന്നു. ഇതായിരുന്നു ക്രാറ്റോസിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഓർമ്മ. ഡെയ്മോസിനെ രക്ഷിക്കണം എന്നാവശ്യപ്പെട്ട് കുറച്ചു കഴിഞ്ഞതും കലിസ്റ്റ എന്ന അവൻ്റെ മാതാവ് ഒരു ഭീകര ജീവിയായി രൂപാന്തരം പ്രാപിക്കുന്നു. മറ്റു വഴികളൊന്നുമില്ലാതെ ക്രാറ്റോസ് കലിസ്റ്റയെയും വകവരുത്തുന്നു. എന്നാൽ മരണപ്പെടുമ്പോൾ അവർ സമാധാനത്തോടുകൂടെയാണ് കണ്ണടയ്ക്കുന്നത്. തൻ്റെ മകനെ അവൻ്റെ സഹോദരൻ രക്ഷിച്ചുകൊള്ളും എന്നുള്ള വിശ്വാസമായിരുന്നു അവരുടെ കണ്ണുകളിൽ. തൻ്റെ മാതാവിൽ നിന്ന് അറിഞ്ഞത് പ്രകാരം തൻ്റെ അനിയൻ മരണത്തിൻ്റെ താഴ്വരയിൽ എവിടെയോ കുടുങ്ങിക്കിടക്കുകയാണ്. എന്നാൽ മരണത്തിൻ്റെ താഴ്വര എവിടെയാണ്? അതായിരുന്നു ക്രാറ്റോസിന് മുന്നിലുള്ള ചോദ്യം. അത് തെരഞ്ഞു പോകാൻ തന്നെ തീരുമാനിച്ച് അവൻ അറ്റ്ലാന്റിസ് പട്ടണത്തിലെ മറ്റൊരു പ്രദേശത്തോട്ട് പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് കുറേ യന്ത്രങ്ങളാൽ ഒരു മലയിടുക്കിൽ ബന്ധിക്കപ്പെട്ട തീറ എന്ന ടൈറ്റാനെയാണ്. തന്നെ ഈ ശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കണമെന്നാവശ്യപ്പെടുന്ന ടൈറ്റാനിനെ മനസ്സില്ലാ മനസ്സോടെ ക്രാറ്റോസ് കൊല്ലുന്നു. എന്നാൽ അത് വിളിച്ചു വരുത്തിയത് വലിയൊരു അപകടമായിരുന്നു. തീറ എന്ന ടൈറ്റാനിനോടൊപ്പം അടക്കം ചെയ്യപ്പെട്ട ഒരു വലിയ പർവ്വതം പിന്നിൽ നിന്ന് പൊട്ടിത്തെറിക്കുന്നു. അത് അറ്റ്ലാന്റിസ് സിറ്റിയുടെ 4 ഭാഗത്തായി തീഗോളങ്ങൾ വർഷിക്കുകയും ആ പട്ടണത്തിൽ പയ്യെ വെള്ളം കയറാൻ അത് കാരണമാകുന്നു. അങ്ങനെ വെള്ളത്തിലോട്ട് മുങ്ങിപ്പോകുന്ന ആ മനോഹരമായ പട്ടണത്തിനോട് ക്രാറ്റോസിന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ലെങ്കിലും വളരെ ശക്തിയേറിയ പൊസൈഡൺ എന്ന കടൽ ദൈവത്തിൻ്റെ വെറുപ്പ് ക്രാറ്റോസിൽ വിളിച്ചു വരുത്തി. അവിടെ നിന്ന് മുന്നോട്ട് പോകുന്ന ക്രാറ്റോസിന് സമീപം അഥീന ഒരു പ്രതിമയുടെ രൂപത്തിൽ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. അവരപ്പോഴും ക്രാറ്റോസിനോട് പറയുന്നത്, നീ മുന്നോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത്. നിനക്ക് ഇവിടെ നിന്ന് എപ്പോൾ വേണമെങ്കിലും മടങ്ങാം.
ഒളിമ്പസിലെ ദൈവങ്ങളുടെ കോപം വിളിച്ചു വരുത്തുന്നത് ഒട്ടും നല്ലതിനല്ല. എന്നാൽ തൻ്റെ അനിയനെ കാണാതായതിനു പിന്നിൽ വലിയൊരു രഹസ്യമുണ്ട് എന്ന് ക്രാറ്റോസിന് ഉൾവിളി തോന്നിയതുകൊണ്ടാകാം ക്രാറ്റോസ് അതിൽ നിന്ന് പിന്തിരിഞ്ഞില്ല. തൻ്റെ അനിയൻ തടവിലാക്കപ്പെട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന മരണത്തിൻ്റെ താഴ്വര അന്വേഷിച്ചു പോകുന്ന ക്രാറ്റോസ് അറ്റ്ലാന്റിസിൽ വെച്ച് തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ മറ്റൊരാളെ കാണുന്നു. ശവക്കുഴി തോണ്ടുന്ന ആ വൃദ്ധൻ. ഇത്തവണ അയാൾ പറഞ്ഞത് ഏതാണ്ട് അഥീന പറഞ്ഞ അതേ കാര്യങ്ങളായിരുന്നു. നിന്നെ ഒളിമ്പസുകാർ ഒരു ദൈവമാക്കി, എന്നിട്ട് നീ അവർക്ക് തിരിച്ചു കൊടുക്കുന്നത് ഇതാണോ? ഇതേ വഴി തന്നെ നീ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിന്റെ സമയം വൈകാതെ എത്തും. അതിനധികം കാത്തിരിക്കേണ്ടി വരില്ല. ക്രാറ്റോസ് തിരിച്ചു പറയുന്നത് തനിക്കാരെയും ഒന്നും ബോധിപ്പിക്കാനില്ലെന്നും ദൈവമാവണമെന്നോ ഒളിമ്പസുകാരുടെ ഇടയിൽ ഒരു സിംഹാസനം വേണമെന്നോ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ്. ആ വൃദ്ധൻ പറഞ്ഞതൊന്നും വകവയ്ക്കാതെ വീണ്ടും മുന്നോട്ട് പോകുന്ന ക്രാറ്റോസ് എത്തിപ്പെടുന്നത് എരിനീസ് എന്ന ഭീമൻ ചിറകുകളുള്ള മരണദേവന്റെ മകളുടെ മുന്നിലാണ്. ക്രൂരതയ്ക്ക് മറ്റൊരു പര്യായം കൊടുത്താൽ അതായിരുന്നു എരിനീസ്. എരിനീസ് തൻ്റെ ഭീകര രൂപം പുറത്തെടുത്തുകൊണ്ട് ക്രാറ്റോസിനെ വധിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ചങ്ങലയാൽ ബന്ധിപ്പിക്കപ്പെട്ട വാളുകളുള്ളതിനാൽ അന്തരീക്ഷത്തിൽ പറന്നു നടക്കുന്ന എരിനീസിന് ക്രാറ്റോസിൻ്റെ കയ്യിൽ നിന്ന് അധികമൊന്നും ഒഴിഞ്ഞു മാറാൻ കഴിഞ്ഞില്ല. ഒരുപാട് നേരം തൻ്റെ പരമാവധി ശ്രമിച്ചിട്ടും ക്രാറ്റോസിനെ കൊല്ലാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ എരിനീസ് അവിടെ നിന്ന് പറന്നകലാൻ ശ്രമിക്കുന്നു. എന്നാൽ തൻ്റെ വാളുകൾ എരിനീസിൽ ബന്ധിപ്പിച്ച് അവരുടെ പിന്നാലെ തന്നെ പോകാൻ ക്രാറ്റോസിന് കഴിയുന്നു. അവിടെ നിന്ന് കുടഞ്ഞെറിയാൻ ഒരുപാട് ശ്രമിച്ചിട്ടും എരിനീസിന് അത് സാധിച്ചില്ല. ഒടുവിൽ ക്രാറ്റോസ് ലക്ഷ്യം കണ്ടു. എരിനീസിനെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ ക്രാറ്റോസ് വകവരുത്തി. അപ്പോഴേക്കും അറ്റ്ലാന്റിസിൽ നിന്ന് കുറേ ദൂരം പിന്നിട്ടിരുന്നു. അങ്ങനെ മരണമടഞ്ഞ എരിനീസും കൂടെ ക്രാറ്റോസും ചെന്ന് വീഴുന്നത് സ്പാർട്ടയിലാണ്, ക്രാറ്റോസിൻ്റെ സ്വന്തം നഗരത്തിൽ. തൻ്റെ പട്ടണത്തിലെത്തുമ്പോൾ ക്രാറ്റോസിന് പഴയ കാര്യങ്ങൾ പലതും ഓർമ്മ വരുന്നു. അന്ന് നടന്നത് എന്താണെന്ന് കുറച്ചുകൂടി വ്യക്തതയോടെ ഓർത്തെടുക്കാൻ ക്രാറ്റോസിന് കഴിയുന്നു. അന്ന് വീട്ടിന് മുന്നിൽ പരിശീലിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ദെയ്മോസും ക്രാറ്റോസും. ദെയ്മോസിനെ കാണാൻ ഒരു ചെറിയ പ്രത്യേകതയുണ്ടായിരുന്നു. ഇന്ന് ക്രാറ്റോസിനുള്ളതുപോലെ മുഖത്ത് ഒരു ചുമന്ന അടയാളം അവനുണ്ടായിരുന്നു. അന്ന് ആ ബാലന്മാരുടെ അടുത്തേക്ക് വന്ന 2 കുതിരക്കാരിൽ ഒരാൾ ഡെയ്മോസിനെ തട്ടിയെടുത്തു. അനിയനെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ക്രാറ്റോസിനെ നിസ്സാരമായി തട്ടിയെറിഞ്ഞ ശേഷം വകവരുത്താൻ ശ്രമിച്ചപ്പോൾ 2ാമത്തെ കുതിരക്കാരൻ തടഞ്ഞു. കുതിരക്കാരൻ എന്ന് പറയാൻ പറ്റില്ല, കുതിരക്കാരി. ചെറുപ്പകാലത്ത് പേരില്ലായിരുന്ന ആ മുഖങ്ങൾ ഇന്ന് ക്രാറ്റോസിന് സുപരിചിതമാണ്. യുദ്ധദേവനായ ഏരീസും കൗശലത്തിൻ്റെ ദേവിയായ അഥീനയുമായിരുന്നു ആ 2 പേർ. ക്രാറ്റോസിനെ ഉപേക്ഷിച്ച് അവർ 2 പേരും പോയപ്പോൾ ക്രാറ്റോസിന് ആ സംഭവത്തിൻ്റെ പൊരുൾ പിടികിട്ടിയില്ല. ഗ്രീക്കുകാർ വെളിപാടുകളിൽ വിശ്വസിക്കുന്നവരായിരുന്നു. വെളിപാടിൽ പറഞ്ഞിരുന്നത് പോലെ തന്നെയാണ് ക്രോണോസ് എന്ന ടൈറ്റാനിനെ തോപ്പിച്ചത് അയാളുടെ സ്വന്തം മകനായ സിയൂസ് ആയിരുന്നു. ഇതുപോലെ സിയൂസിനും ഒരു വെളിപാട് കിട്ടി. അടയാളമുള്ളവൻ നിന്നെ വധിക്കും. എന്നാൽ ആ അടയാളമുള്ളവൻ ആരാണ് എന്ന് തിരക്കിപ്പോയപ്പോഴാണ് സിയൂസിൻ്റെ മക്കളായ അഥീനയും സഹോദരനായ ഏരീസും ക്രാറ്റോസിൻ്റെ സഹോദരനായ ഡെയ്മോസിനെ കണ്ടുപിടിച്ചത്. മുഖത്തൊരു ചുമന്ന അടയാളമുള്ളത് കൊണ്ട് അവനായിരിക്കാം സിയൂസിൻ്റെ അന്തകൻ എന്നവർ കരുതി. അടയാളപ്പെട്ടവനെ ആര് നിയന്ത്രിക്കുന്നുവോ അവൻ ഒളിമ്പസിൻ്റെ ഭാവി നിയന്ത്രിക്കും. അതുകൊണ്ടാണ് ഏരീസും അഥീനയും ഡെയ്മോസിനെ തട്ടിക്കൊണ്ടുപോയത്. ഓർമ്മകൾ തിരികെ വന്നപ്പോൾ ക്രാറ്റോസിന് എങ്ങനെയെങ്കിലും ഡെയ്മോസിനെ കണ്ടെത്തണം എന്നുള്ള വാശി കൂടി. മുന്നോട്ട് നടന്ന് അവൻ ഏരീസിൻ്റെ അമ്പലത്തിലെത്തി. സ്പാർട്ടയുടെ പ്രധാന തൊഴിൽ തന്നെ യുദ്ധമായതുകൊണ്ട് അവിടെ അവർ ആരാധിച്ചിരുന്നത് ഏരീസിനെ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ക്രാറ്റോസ് കണ്ടത് ഏരീസിൻ്റെ പ്രതിമ പിഴുതുമാറ്റി അവിടെ ക്രാറ്റോസിൻ്റെ പ്രതിമ വയ്ക്കാൻ പോകുന്നവരെയാണ്. കാരണം ക്രാറ്റോസ് ആണല്ലോ പുതിയ യുദ്ധദേവൻ. പക്ഷേ അവിടെ അമാന്തിച്ച് നിൽക്കാൻ ക്രാറ്റോസിന് സമയമേതുമില്ലായിരുന്നു. അവൻ മുന്നോട്ട് തന്നെ നീങ്ങി. സ്പാർട്ടയിൽ നിന്ന് വിടവാങ്ങും മുമ്പ് ക്രാറ്റോസിനോട് കൂറുള്ള ഒരു പട്ടാളക്കാരൻ അവൻ്റെ പഴയ ആയുധങ്ങൾ അവന് തിരികെ നൽകി. സ്പാർട്ടൻസ് യുദ്ധത്തിന് കൊണ്ടുപോകുമ്പോൾ എപ്പോഴും കൂടെ കരുതുന്ന പരിചയം കുന്തവും. അവിടെ നിന്ന് വീണ്ടും ക്രാറ്റോസ് അറ്റ്ലാന്റിസ് ലക്ഷ്യമാക്കി യാത്രയായി. കാരണം അവിടെയാണ് മരണത്തിൻ്റെ താഴ്വരയിലേക്കുള്ള കവാടം. അങ്ങനെ മുങ്ങിപ്പോയ അറ്റ്ലാന്റിസിലെത്തി അവിടെയുള്ള കവാട കണ്ടുപിടിക്കാൻ ക്രാറ്റോസ് ശ്രമിക്കുന്നു. അതിനിടയിൽ വീണ്ടും അഥീന പ്രത്യക്ഷപ്പെടുന്നു. നീ ചെയ്യുന്നത് വെറുതെയാണ്. നീ ഇപ്പോൾ ദൈവങ്ങളുടെ വെറുപ്പ് സമ്പാദിച്ചു കൊണ്ടിരിക്കുകയാണ്. നിന്റെ അനിയൻ ഒളിമ്പസിനൊരു ഭീഷണിയായിരുന്നു. അതുകൊണ്ടാണ് അവർ അവനെ കൊണ്ടുപോയത്. ക്രാറ്റോസ് അപ്പോൾ ചോദിച്ചു, നിനക്കിതൊക്കെ നേരത്തെ അറിയാമായിരുന്നല്ലേ? എന്നിട്ട് എന്തുകൊണ്ട് അവനെ നീ രക്ഷിച്ചില്ല? അഥീന പറയുന്ന മറുപടി, ഞാൻ നിന്റെ അനിയനെ അല്ല നിന്നെയാണ് രക്ഷിച്ചത്. ഈ കഥയിൽ അറിയാത്തതായി ഒരുപാടുണ്ട് ക്രാറ്റോസ്.
നീ കാണുന്നത് വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ്. ഇപ്പോൾ തന്നെ നീ തിരിച്ചു പോയാൽ ആർക്കും നഷ്ടമില്ലാതെ നമുക്കിത് തീർക്കാം. എന്നാൽ ഇതുവരെ എത്തിയിട്ട് പിന്തിരിഞ്ഞോടാൻ ക്രാറ്റോസ് കൂട്ടാക്കിയില്ല. അങ്ങനെ മുന്നോട്ട് പോയി മരണത്തിൻ്റെ താഴ്വരയിലോട്ടുള്ള വഴിയും ക്രാറ്റോസ് കണ്ടുപിടിക്കുന്നു. മരണത്തിൻ്റെ താഴ്വര എന്നാൽ ഭൂമിയിലെ ജീവിതത്തിനും പാതാളത്തിലെ ജീവിതത്തിനും ഇടയിലുള്ളൊരു സ്ഥലമാണ്. അവിടം ഭരിക്കുന്നത് മരണത്തിൻ്റെ രാജാവായ താനറ്റോസ് ആണ്. ഇരുണ്ടുമൂടിയ ആ മരണ താഴ്വരയിൽ വെച്ച് പല ജീവികളെയും കൊല്ലേണ്ടി വന്നെങ്കിലും സ്വന്തം സഹോദരൻ അവസാനം ക്രാറ്റോസിൻ്റെ മുന്നിൽ തന്നെ എത്തി. പക്ഷെ അവൻ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. ദൈമസ് ക്രാറ്റോസിനോട് വളരെ ദേഷ്യത്തിൽ പെരുമാറുകയും ഏറ്റുമുട്ടാൻ വരികയും ചെയ്തു. ഇത്രയും നാൾ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരുന്നു, നീ എന്നെ രക്ഷിക്കാൻ വന്നില്ല, ഇപ്പോഴാണോ വരുന്നത്? ഒപ്പത്തിനോടൊപ്പം നിന്ന് യുദ്ധം ചെയ്യുന്ന ആ സഹോദരന്മാരെ പിരിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. എന്നാൽ ആ ദ്വന്ദ്വയുദ്ധത്തിനിടയ്ക്ക് ക്രാറ്റോസ് അവശനായപ്പോൾ പെട്ടെന്നൊരു രൂപം പ്രത്യക്ഷപ്പെട്ട് ഡെയ്മോസിനെയും കൊണ്ടത് പറന്നകന്നു. അത് താനറ്റോസ് ആയിരുന്നു. ഒട്ടും പറ്റാതിരുന്നിട്ടും തൻ്റെ സഹോദരന് വേണ്ടി ക്രാറ്റോസ് അവർക്ക് പിന്നാലെ പോകുന്നു. അങ്ങനെ അവരെത്തിപ്പെടുന്നത് ഏജീസ് മലയുടെ ആത്മഹത്യാ മുനമ്പിലാണ്. ക്രാറ്റോസിന് വളരെ പരിചയമുള്ള സ്ഥലം. ആദ്യമായി അവൻ ജീവനൊടുക്കാൻ ശ്രമിച്ച സ്ഥലം. അവിടെ നിന്ന് തൻ്റെ അനിയനെ കരകയറ്റിയിട്ട് അവർ താനറ്റോസിനെയും തിരക്കി ആ മലനിരകൾക്ക് മുകളിലോട്ട് നടന്നു. അവിടെ വെച്ച് അവർ രണ്ടുപേരും താനറ്റോസിനോട് മുഖാമുഖം എത്തുന്നു. അപ്പോൾ താനറ്റോസ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ അത് പലതും ക്രാറ്റോസിന് മനസ്സിലാക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. അന്ന് ഏരീസ് നിന്റെ അനിയനെ കൊണ്ടുവരുന്നതിന് പകരം നിന്നെ ആയിരുന്നു കൊണ്ടുവരേണ്ടിയിരുന്നത്. അവന് കൊണ്ടുവരേണ്ട ആള് മാറിപ്പോയി. ആ വാക്കുകൾ ശരിയുമായിരുന്നു. മുഖത്തൊരു അടയാളം ഉണ്ടായിരുന്നു എന്നതിൻ്റെ പേരിലാണ് അവർ ക്രാറ്റോസിൻ്റെ അനിയൻ ദെയ്മോസിനെ തട്ടിക്കൊണ്ടുപോയത്. എന്നാൽ പിൻകാലത്ത് തൻ്റെ സഹോദരൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ക്രാറ്റോസ് അതേ അടയാളം ചുവന്ന നിറത്തിൽ തൻ്റെ മുഖത്ത് പച്ചകുത്തുമെന്ന് ആരും കണ്ടില്ല. അവിടെ തന്നെയായിരുന്നു ദൈവങ്ങൾക്ക് പിഴച്ചത്. എന്നിട്ട് താനറ്റോസ് പറഞ്ഞു, ഇപ്പോൾ നടക്കുന്നു എന്ന് പോലും അറിയാത്ത ഒരു ചതുരംഗ കളിയിലെ ചെറിയൊരു പട്ടാളക്കാരൻ മാത്രമാണ് നീ. അതെങ്ങനെ കളിക്കണമെന്നോ എങ്ങനെ പോകണമെന്നോ നിശ്ചയിക്കുന്നതോ തീരുമാനിക്കുന്നതോ നീയല്ല. എന്നാൽ നീ അതിൽ ഉൾപ്പെട്ടവനാണ്. എന്നിരുന്നാലും നീ എൻ്റെ മകളെ കൊന്നതിൻ്റെ പേരിൽ എൻ്റെ കൈ കൊണ്ട് തന്നെ മരിക്കും എന്നും പറഞ്ഞുകൊണ്ട് താനറ്റോസ് അവർക്ക് നേരെ വരുന്നു. രണ്ട് സഹോദരന്മാരും ആ അവസരത്തിൽ ഒരുമിച്ച് മരണദേവനെ നേരിടുമെങ്കിലും തൻ്റെ അവസ്ഥ ഈ രണ്ട് സ്പാർട്ടൻ പടയാളികൾക്ക് മുന്നിൽ അത്ര നല്ലതല്ല എന്ന് തിരിച്ചറിയാൻ താനറ്റോസിന് അധികം സമയമൊന്നും എടുത്തില്ല. തൻ്റെ ഭീകരരൂപം അധികം വൈകാതെ തന്നെ അയാൾ പുറത്തെടുത്തു. തൻ്റെ ഭീമാകാരമായ രൂപം ഉപയോഗിച്ച് ആ രണ്ട് സ്പാർട്ടൻ പടയാളികളെയും കൊല്ലാമെന്ന് കരുതിയ താനറ്റോസിൻ്റെ കണക്കുകൂട്ടലുകൾ പിഴച്ചു. അതിൻ്റെ ഒരു കാരണം ക്രാറ്റോസിൻ്റെ കയ്യിലുണ്ടായിരുന്ന ചങ്ങലയിൽ ബന്ധിപ്പിച്ച വാളുകൾ തന്നെയായിരുന്നു. അതുപയോഗിച്ച് താനറ്റോസിനെ മുട്ടുകുത്തിക്കാൻ ഒരു പരിധിവരെയൊക്കെ ക്രാറ്റോസിന് കഴിഞ്ഞു. എന്നാൽ യുദ്ധം അവസാനിക്കുമ്പോൾ ക്രാറ്റോസിൻ്റെ സഹോദരൻ ജീവനോടെ ഉണ്ടായിരുന്നില്ല. ഡെയ്മോസ് മരണത്തിന് കീഴടങ്ങി. താനറ്റോസിനെ വകവരുത്തി ഡെയ്മോസിൻ്റെ ശരീരവുമായി മുന്നോട്ട് നടക്കുന്ന ക്രാറ്റോസ് വീണ്ടും ആത്മഹത്യാ മുനമ്പിലെത്തുന്നു. അവിടെ കണ്ടത് വയസ്സനായ ആ ശവക്കുഴി തോണ്ടുന്നവൻ അവിടെ ഒരു ശവക്കുഴി തീർത്ത് വെച്ചിരിക്കുന്നതാണ്. അതിനുള്ളിൽ ഡെയ്മോസിൻ്റെ ശരീരം വെച്ചുകൊണ്ട് ക്രാറ്റോസ് പറഞ്ഞു, സഹോദര, നീ ഇനി സ്വതന്ത്രനാണ്. അപ്പോൾ ആ ശവക്കുഴി തോണ്ടുന്നവൻ, നീ ലോകത്തിൻ്റെ അന്തകൻ, അറ്റ്ലാന്റിസ് നശിപ്പിച്ചവൻ, ഇതൊക്കെയാണ് നീ എന്ന് ക്രാറ്റോസിനെ നോക്കി പറയും. ക്രാറ്റോസ് ഒന്നും മിണ്ടാതെ വിഷമഭാരത്താൽ തൻ്റെ സിംഹാസനത്തിന് മുന്നിലുള്ള കവാടത്തിലോട്ട് നടക്കുന്നു. അവിടെ എത്തുമ്പോൾ അഥീന ക്രാറ്റോസിനെയും കാത്തു നിൽപ്പുണ്ടായിരുന്നു. മുഴുവൻ കഥകളും തന്നോട് പറയാത്തതിന് മാപ്പ് ചോദിക്കുകയാണ് അഥീന ആദ്യം ചെയ്തത്. എന്നിട്ട് പറഞ്ഞത്, ഇനി നിനക്ക് മനുഷ്യരുടെ ലോകവുമായി യാതൊരു ബന്ധവുമില്ല, മുഴുവനായി ഒരു ദൈവമായി മാറാം. എന്നാൽ അതിന് ഒട്ടും വില കൽപ്പിക്കാതെ ക്രാറ്റോസ് തൻ്റെ സിംഹാസനത്തിലേക്ക് മടങ്ങുന്നു. ഇതേ സമയം മറ്റൊരിടത്ത് ആ വൃദ്ധനായ കുഴിവെട്ടുകാരൻ 3 കുഴികളിൽ നടുക്കുള്ളതിൽ ഡെയ്മോസിൻ്റെ മൃതദേഹം വയ്ക്കുകയായിരുന്നു. എന്നിട്ട് അയാൾ ആദ്യത്തെ കുഴിയിലേക്ക് നോക്കി. അവിടെ ക്രാറ്റോസിൻ്റെ മാതാവായ കെലിസ്റ്റയുടെ മൃതദേഹമുണ്ടായിരുന്നു. രണ്ടാമത്തേതിൽ സഹോദരനായ ഡെയ്മോസിൻ്റെയും ഒരു ശവക്കുഴി കൂടി ബാക്കി. അത് നോക്കി. എന്നിട്ട് ആ വൃദ്ധൻ സ്വയം പറഞ്ഞു, ഇനി ഒരാൾ കൂടി മാത്രം. ദൈവങ്ങളുടെ ഇടയിൽ ഒരു ഇരിപ്പിടം കിട്ടിയിട്ടും ക്രാറ്റോസിൻ്റെ മനസ്സ് കലുഷിതമായിരുന്നു. മനുഷ്യനായിരുന്നപ്പോൾ ചെയ്ത പല കാര്യങ്ങളും അയാളെ വേട്ടയാടിക്കൊണ്ടിരുന്നു എന്ന് മാത്രമല്ല, ഒളിമ്പസിലെ മറ്റ് ദൈവങ്ങൾക്ക് അയാളോട് യാതൊരു മമതയും ഇല്ലായിരുന്നു. തന്നെ ഈ ലോകത്ത് ആവശ്യമുള്ളത് തന്നെ ആരാധിക്കുന്ന സ്പാർട്ടൻ പട്ടാളക്കാർക്ക് മാത്രമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ
ക്രാറ്റോസ് ഒളിമ്പസിന് മുകളിൽ നിന്നിറങ്ങി അവരെ സഹായിക്കാൻ തീരുമാനിച്ചു. അഥീന അരുതെന്ന് പറഞ്ഞെങ്കിലും അത് വകവയ്ക്കാതെ ദൈവിക ശക്തിയാൽ കിട്ടിയ തൻ്റെ കൂറ്റൻ രൂപം എടുത്തുകൊണ്ട് റോഡ്സ് എന്ന തീരദേശ പട്ടണത്തെ ആക്രമിച്ചുകൊണ്ടിരുന്ന സ്പാർട്ടൻ പടയാളികളുടെ കൂടെ ക്രാറ്റോസും കൂടി. ആ യുദ്ധത്തിനിടയ്ക്ക് ഒരു കൂറ്റൻ പരുന്ത് പറന്നു വന്ന് ക്രാറ്റോസിന് ചുമലിലിരുന്നു. എന്നിട്ടത് പറന്നു ചെന്ന് റോഡ്സിൻ്റെ തുറമുഖത്തുള്ള കൊളോസൈ പ്രതിമയുടെ മുകളിൽ ഇരിപ്പായി. അപ്പോൾ ആ പ്രതിമയുടെ കണ്ണുകളിൽ ജീവൻ വെച്ചു. അപ്പോൾ ക്രാറ്റോസ് ചെറുതായി സാധാരണ ഒരു മനുഷ്യൻ്റെ രൂപത്തിലോട്ട് മാറുകയും ചെയ്തു. തൻ്റെ ശക്തികൾ ചോർത്തിയെടുത്ത് മാറ്റിയത് ഒരു പരുന്തായതിനാലും ആ പരുന്ത് അഥീനയുടെ അടയാളമായതിനാലും അഥീനയാണ് ഈ കളിക്ക് പിന്നിലെന്ന് ക്രാറ്റോസ് വിശ്വസിച്ചു. യുദ്ധത്തിനുപയോഗിക്കുന്ന പല സാധന സാമഗ്രികൾ ഉപയോഗിച്ചിട്ടും തൻ്റെ കയ്യിലിരിക്കുന്ന പല ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടും ആ ഇരുമ്പിൽ തീർത്ത കൊളോസൈ പ്രതിമയെ കീഴടക്കാൻ ക്രാറ്റോസിനായില്ല. പല ആവർത്തി ശ്രമങ്ങൾ പിന്നിട്ടപ്പോൾ ആകാശത്തു നിന്ന് മേഘങ്ങൾക്കിടയിൽ കൂടി ഒരു അശരീരി വന്നു. ക്രാറ്റോസ്, നിന്നെ ഞാൻ സഹായിക്കാം. അത് ദൈവങ്ങളുടെ രാജാവായ സിയസ് ആയിരുന്നു. എന്തിനാണ് നീ എന്നെ സഹായിക്കുന്നത്? ആ സഹായം നിരസിക്കാൻ ക്രാറ്റോസ് തുടങ്ങിയപ്പോൾ തന്നെ സിയൂസ് പറഞ്ഞു, ഞാൻ നിനക്ക് സഹായമല്ല വാഗ്ദാനം ചെയ്യുന്നത്, ഒരു ആയുധമാണ്, ഒളിമ്പസിൻ്റെ വാൾ. ആ പറഞ്ഞു കഴിയുന്നതോടൊപ്പം ഒരു കൂറ്റൻ വാൾ ക്രാറ്റോസിന് സമീപം വന്നു വീണു. അശരീരി തുടർന്നു, ഈ വാൾ ഉപയോഗിച്ചാണ് ഞാൻ മഹായുദ്ധത്തിൽ ടൈറ്റാനുകളെയെല്ലാം തോൽപ്പിച്ചത്. ഇത് നിനക്കുപയോഗിക്കാം. പക്ഷേ നിന്റെ ദൈവിക ശക്തിയെല്ലാം ഈ വാളിൽ ഉൾക്കൊള്ളിക്കണം. എന്നാൽ മാത്രമേ നിനക്ക് ആ കൊളോസയെ തോൽപ്പിക്കാൻ കഴിയൂ. എങ്ങനെയെങ്കിലും വിജയിക്കണം എന്ന് മാത്രം ഉണ്ടായിരുന്നതുകൊണ്ട് ക്രാറ്റോസ് പറഞ്ഞപടി തന്നെ ചെയ്തു. തൻ്റെ ദൈവിക ശക്തികളെല്ലാം ആ വാളിലോട്ട് മാറ്റി ആ വാൾ ഉപയോഗിച്ച് ആ കൊളോസയെ തോൽപ്പിച്ചു. അത്രയും മാന്ത്രിക ശക്തിയുള്ള വാളിനാൽ ആ കൊളോസയെ തോൽപ്പിക്കുന്ന കാര്യം വളരെ എളുപ്പമായിരുന്നു. എന്നാൽ നിലം പതിച്ച കൊളോസയുടെ ഇടയിൽപ്പെട്ട ക്രാറ്റോസിന് ആ വാള് കയ്യെത്താ ദൂരെ താവുക മാത്രമല്ല, ഒരുപാട് ക്ഷതമേൽക്കുകയും ചെയ്തു. അപ്പോഴാണ് അയാൾ ആലോചിച്ചത്, താനിപ്പോൾ കേവലം വെറും ഒരു മനുഷ്യൻ മാത്രമാണ്. ആ വാള് എങ്ങനെയെങ്കിലും തിരിച്ചു പിടിച്ചേ മതിയാകും. ശരീരമാസകല മുറിവുകളുമായി ഊരി വീഴുന്ന പടച്ചട്ടയുമായി തൻ്റെ പടയാളികൾക്ക് മുന്നിൽ അപമാനിതനായി ക്രാറ്റോസ് ആ വാളെടുക്കാൻ നീങ്ങി. അധികമാരും ശ്രദ്ധിക്കാതെ അപ്പോൾ ആകാശത്ത് നേരത്തെ കണ്ട പരുന്ത് വട്ടമിടുന്നുണ്ടായിരുന്നു. അത് പയ്യെ വാളിനടുത്തായി വന്ന് ഒരു മനുഷ്യൻ്റെ രൂപം വെച്ചു. അത് സിയൂസ് ആയിരുന്നു. എന്നിട്ട് സിയൂസ് ആ വാള് കൈക്കലാക്കി. ക്രാറ്റോസ് ചോദിച്ചു, എന്തിനു വേണ്ടിയായിരുന്നു ഈ ചതി? സിയൂസ് മറുപടി കൊടുത്തത്, ഞാനല്ലല്ലോ, നീയല്ലേ ചതിച്ചത്. ദൈവങ്ങളുടെ കൂടെ നിൽക്കേണ്ട നീ, ഒളിമ്പസിൻ്റെ കൂടെ നിൽക്കേണ്ട നീ, ഒളിമ്പസിനൊരു ഭീഷണിയാവാൻ ഞാൻ സമ്മതിക്കില്ല. എന്നിട്ട് സിയൂസ് ക്രാറ്റോസിന് ഒരവസരം കൂടെ കൊടുത്തു, നിനക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ നിൽക്കാം. ഏരീസിനെ പോലെ നീയുമായി മാറാൻ എനിക്കൊരു താല്പര്യവുമില്ല. ദൈവങ്ങളനുസരിച്ച് ജീവിച്ചാൽ ദൈവങ്ങൾ കൂടെ ഉണ്ടാകും. താൻ ആരുടെയും അടിമയല്ല എന്ന് പറഞ്ഞ് ക്രാറ്റോസ് അതിനെ അവജ്ഞയോടെ തള്ളുന്നു. അത് സിയൂസിനെ ചെറുതായിട്ടൊന്നുമല്ല ദേഷ്യം പിടിപ്പിച്ചത്. നിന്റെ അഹങ്കാരം കാരണം നീയും നിന്നെ അറിയാവുന്ന എല്ലാവരും ഇപ്പോൾ മരിച്ചു വീഴും എന്ന് പറഞ്ഞ് ഒളിമ്പസിൻ്റെ വാൾ ക്രാറ്റോസിൻ്റെ നെഞ്ചിൽ കുത്തിയിറക്കി. തൻ്റെ സംഹാര ശക്തി ഉപയോഗിച്ച് അവിടെയുള്ള സ്പാർട്ടൻ പടയാളികളെ മുഴുവൻ സിയൂസ് തൻ്റെ കോപത്തിൻ്റെ ഇരയാക്കി. മരിച്ചു വീണ ക്രാറ്റോസിനെ പാതാള ലോകമായ ഹെയ്ഡീസിൽ നിന്ന് കൈകൾ വന്ന് താഴോട്ട് വലിച്ചു കൊണ്ടുപോകുന്നു. എന്നാൽ ക്രാറ്റോസിന് വേണ്ടി വലിയൊരു പദ്ധതി ഒരുക്കി കാത്തിരിക്കുകയായിരുന്നു മറ്റൊരാൾ. അയാൾ ക്രാറ്റോസിനെ അവിടെ നിന്ന് രക്ഷിക്കുന്നു. ടൈറ്റാനുകളുടെയും ഭൂമിയുടെയും അമ്മയായ ഗയ എന്ന ടൈറ്റാനായിരുന്നു അത്. അങ്ങനെ ഹെയ്ഡീസിൽ നിന്ന് തിരിച്ചു കയറുന്ന ക്രാറ്റോസ് അവിടെ കാണുന്നത് തന്നെയും കാത്തു നിൽക്കുന്ന പെഗാസസ് എന്ന സ്വർണ്ണ ചിറകുള്ള പറക്കുന്ന കുതിരയെയാണ്. പെഗാസസ് എന്നാൽ കടൽ ദൈവമായ പൊസൈഡന്റെ മകനായിട്ടാണ് ഗ്രീക്ക് പുരാണത്തിൽ അറിയപ്പെടുന്നത്. പെഗാസസിന് മുകളിൽ കയറുന്ന ക്രാറ്റോസ് ആ ജീവിയെ ഒളിമ്പസിലോട്ട് തിരിച്ചുവിടാൻ ശ്രമിക്കുന്നു. എന്നാൽ അപ്പോൾ അശരീരിയായി ഗയ കുറച്ച് കാര്യങ്ങൾ അവനോട് പറയുന്നുണ്ട്. നീ ഇപ്പോൾ വെറുമൊരു മനുഷ്യനാണ്. നിനക്കിപ്പോൾ സിയൂസിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിനക്കെന്തെങ്കിലും ചെയ്യണമെങ്കിൽ വിധിയുടെയും സമയത്തിൻ്റെയും ഒഴുക്ക് നിയന്ത്രിക്കുന്ന വിധിയുടെ സഹോദരിമാരെ കണ്ടെത്തണം. എന്നിട്ട് സിയൂസ് നിന്നെ വകവരുത്തുന്നതിന് തൊട്ടു മുന്നേയുള്ള നിമിഷങ്ങളിലോട്ടെത്തണം. പക്ഷെ അതിന് എൻ്റെ മാത്രം സഹായം പോരാ. തടവിലാക്കപ്പെട്ടിരിക്കുന്ന ടൈറ്റാനുകളുടെ സഹായവും നിനക്ക് ആവശ്യമാണ്. അങ്ങനെ പെഗാസസ് എന്ന പറക്കും കുതിര ഒരു മലയിടുക്കിൽ പൂട്ടിയിട്ടിരിക്കുന്ന ടൈഫോൺ എന്ന കൊടുങ്കാറ്റിൻ്റെ ടൈറ്റാൻ ദൈവത്തിൻ്റെ അടുത്തേക്ക് ക്രാറ്റോസിനെ കൊണ്ടുപോകുന്നു. പക്ഷേ ടൈഫോണിന് അതിഥി മര്യാദ ഏതുമില്ലായിരുന്നു. ക്രാറ്റോസിനെ തടയാൻ ശ്രമിക്കുന്ന ടൈഫോണിൻ്റെ ആക്രമത്തിൽ പെഗാസസ് കുടുങ്ങിപ്പോകുന്നു. എന്നാൽ പെഗാസസിന് വേണ്ടി തിരിച്ചു വരാമെന്ന് കരുതി തന്നെ ക്രാറ്റോസ് ആ മലയിടുക്ക് വഴി മുകളിലോട്ട് കയറി.
അവിടെ കാണുന്നത് അതിഭീകരമായ ഒരു കാഴ്ചയാണ്. ഒരു തീയ്ക്ക് സമീപം ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട ഒരു മനുഷ്യൻ. അയാളുടെ ആമാശയങ്ങളും കുടലുമെല്ലാം ഒരു ഭീമൻ പരുന്ത് വന്ന് കൊത്തി തിന്നുന്നു. ആ പരുന്ത് പയ്യെ പറന്നു മാറുമ്പോൾ ക്രാറ്റോസ് അവൻ്റെ അടുത്തെത്തി ചോദിച്ചു എന്താണ് എന്നറിയാൻ. ആ മനുഷ്യൻ ഒരിക്കലൊരു ടൈറ്റാനായിരുന്നു, പേര് പ്രൊമീത്തിയസ്. അയാൾ ചെയ്ത തെറ്റ് സ്വർഗത്തിൽ മാത്രമുണ്ടായിരുന്ന തീ മനുഷ്യകുലത്തിന് പകർന്നു കൊടുത്തു എന്നതാണ്. അത് സിയസ് ഒരു വലിയ വഞ്ചനയായി കണ്ട് അയാളെ വെറും ഒരു മനുഷ്യനായി താഴ്ത്തുകയും ജീവിതകാലം മുഴുവൻ ഈ പരുന്ത് കൊത്തിപ്പറിക്കും വിധം ആ ചങ്ങലയിൽ അവിടെ ബന്ധസ്ഥനാക്കുകയും ചെയ്തു. അത് പറഞ്ഞു തീർന്നപ്പോഴേക്കും അയാളുടെ ശരീരം പൂർവ്വസ്ഥിതിയിലാകുന്നു. പ്രൊമീത്തിയസ് പറഞ്ഞത് എനിക്കിത് സഹിക്കാൻ കഴിയില്ല, എന്നെ എന്തെങ്കിലും ചെയ്ത് ഇതിൽ നിന്ന് മോചിപ്പിക്കണം. അങ്ങനെ ക്രാറ്റോസ് ടൈഫോൺ എന്ന ടൈറ്റാനിൻ്റെ അടുത്ത് പോയി അയാളുടെ അമ്പ് കരസ്ഥമാക്കാൻ ശ്രമിക്കുന്നു. ടൈഫോണിൻ്റെ ഒരു കണ്ണ് നഷ്ടപ്പെടുത്തിയ ശേഷം മാത്രമേ അത് കരസ്ഥമാക്കാൻ കഴിയുന്നുള്ളൂ എങ്കിലും അതുമായി തിരിച്ചു വന്ന് പ്രൊമീത്തിയസിനെ ആ ചങ്ങലയിൽ നിന്ന് മോചിപ്പിക്കാൻ ക്രാറ്റോസിന് കഴിഞ്ഞു. താഴെ കത്തുന്ന തീയിൽ വെന്തമരുന്ന പ്രൊമീത്തിയസിൻ്റെ ചാരവും ക്രാറ്റോസിൻ്റെ ശരീരത്തിൽ തന്നെ വന്നു ചേരുന്നു. അങ്ങനെ ഗയ പറയുകയാണ്, ഒരു ടൈറ്റൻ്റെ ശക്തി നിനക്ക് കിട്ടി, എന്നാൽ ഇതുമാത്രം പോരാ നിനക്ക് സിയൂസിനെ തോൽപ്പിക്കാൻ. ഇപ്പോൾ നീ പെഗാസസുമായി ഉത്ഭവത്തിൻ്റെ ദ്വീപ് എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്ക് പോകണം. അത് കടന്ന് മാത്രമേ വിധിയുടെ സഹോദരിമാരെ നിനക്ക് നേരിടാൻ കഴിയൂ. പെഗാസസുമായി യാത്ര തുടർന്നെങ്കിലും ഉത്ഭവത്തിൻ്റെ ദ്വീപിനടുത്തെത്തുമ്പോൾ കുറേ ജീവികളും അവരെ നയിക്കുന്ന ഇരുണ്ട കുതിരക്കാരൻ എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യനും ക്രാറ്റോസിനെ ആക്രമിക്കുന്നു. ഉപദ്രവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പെഗാസസിനെ കൊല്ലാൻ അവർക്ക് കഴിഞ്ഞു. അങ്ങനെ ആകാശത്ത് നിന്ന് താഴേക്ക് പതിക്കുന്ന ക്രാറ്റോസ് ആ ദ്വീപിനടുത്തുള്ള ഒരു സമുച്ചയത്തിൽ പിടിച്ചു കയറി വീഴ്ചയിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷെ അപ്പോഴും അവൻ്റെ മനസ്സിൽ ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. അവൻ ഗയയോട് ചോദിച്ചു, എന്തിനാണ് നീ എന്നെ സഹായിക്കുന്നത്? ഗയ പറഞ്ഞു, കാരണം സിയൂസിന് അർഹതപ്പെട്ടത് കിട്ടുക തന്നെ വേണം. എന്നിട്ട് അവർ സിയൂസിൻ്റെ അച്ഛനായ ക്രോണോസിൻ്റെ കഥ പറയാൻ തുടങ്ങി. ഒരു ഒറാക്കിൾ ക്രോണോസിനോട് പറഞ്ഞിരുന്നത് അയാളുടെ മകൻ കാരണം അയാളുടെ പതനം വരുമെന്നായിരുന്നു. ഭാര്യയായ റിയ ഓരോ കുട്ടികൾക്ക് ജന്മം കൊടുക്കുമ്പോഴും ക്രോണോസ് വന്ന് ആ കുട്ടിയെ ജീവനോടെ വിഴുങ്ങുമായിരുന്നു. എന്നാൽ 10ാമതും കുട്ടി ജനിച്ചപ്പോൾ ആ മാതാവിനത് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. അവർ ആ കുട്ടിക്ക് പകരം ഒരു കല്ല് പൊതിഞ്ഞു വെച്ച് ആ കുട്ടിയെ ഒരു പരുന്തിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടു. അങ്ങനെ ആ ദ്വീപിലെത്തുന്ന കുട്ടിയെ സ്നേഹിച്ച് വളർത്തുന്നത് ആ ദ്വീപായിരുന്നു. എന്നാൽ തൻ്റെ അച്ഛൻ ചെയ്ത ക്രൂരകൃത്യത്തിന് പകരമായി ടൈറ്റാനുകളെ ഒന്നടങ്കം അവൻ അടിച്ചമർത്തി. ഒരാൾ ചെയ്ത തെറ്റിന് എല്ലാവരെയും അവൻ ശിക്ഷിച്ചു. അവന് സ്നേഹം കൊടുത്ത് വളർത്തിയ ആ ദ്വീപ് ഞാനായിരുന്നു, ഗയ പറഞ്ഞു നിർത്തി. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് യുദ്ധദേവനായ ക്രാറ്റോസിനെ സിയൂസ് ചതിക്കുന്നതും അങ്ങനെ മരണപ്പെടുന്ന ക്രാറ്റോസ് തിരിച്ച് തൻ്റെ വിധി തിരുത്തി എഴുതാൻ വിധിയുടെ സഹോദരിമാരെ തേടി പോകുന്നതുമാണ്. അങ്ങനെ ഉത്ഭവത്തിൻ്റെ ദ്വീപിലെത്തുന്ന ക്രാറ്റോസിന് അവിടുത്തെ കാവൽക്കാരനായ തെസിയസിനെ നേരിടേണ്ടി വന്നു. ഗ്രീക്ക് പുരാണങ്ങളിലുള്ള മിനോട്ടോർ എന്ന ഭീകരജീവിയെ വധിച്ച അതിശക്തനായ ഒരു വ്യക്തിയാണ് പൊസൈഡന്റെ മകനായ തെസിയസ്. അങ്ങനെ അയാൾ തോൽപ്പിക്കുമ്പോൾ ആ ദ്വീപിലോട്ടുള്ള പ്രവേശന കവാടം ക്രാറ്റോസിന് മുന്നിൽ തുറന്നു വന്നു. വിധിയുടെ സഹോദരിമാരെ തേടി വന്ന പല ആളുകളും ആ ഉത്ഭവത്തിൻ്റെ ദ്വീപിലുണ്ടായിരുന്നു. അവരെയെല്ലാം നേരിട്ടുകൊണ്ട് തന്നെ ക്രാറ്റോസ് മുന്നോട്ട് പോയി. ഒടുവിലെത്തുന്നത് ഇക്കാറസിന് മുന്നിലാണ്. ഒരു രാജാവ് തുറങ്ങിലടക്കുകയും അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കിളികളുടെ തൂവലും മെഴുകും ഉപയോഗിച്ചൊരു ചിറകുണ്ടാക്കുകയും അങ്ങനെ പറന്നകലുകയും ചെയ്ത ഇക്കാറസ് തൻ്റെ വഴിയിലൊരു തടസ്സമായി നിന്നതുകൊണ്ടും ആ ചിറകുകൾ തനിക്ക് ആവശ്യമുള്ളതുകൊണ്ടും ക്രാറ്റോസ് ഇക്കാറസിനെ ആക്രമിച്ചു. ആ ദ്വീപിലുള്ള ഒരു വലിയ വിടവിലൂടെ താഴോട്ട് വീഴുന്ന ഇക്കാറസിൻ്റെ പിന്നാലെ പറന്നിറങ്ങുന്ന ക്രാറ്റോസ് എത്തിപ്പെടുന്നത് ടർട്ടാറസ് എന്ന ടൈറ്റാനുകളെ പൂട്ടിയിട്ടിരിക്കുന്ന നരകക്കുഴിയിലാണ്. അവിടെ ടൈറ്റാനുകളിൽ അതിശക്തനായ അറ്റ്ലസിനെ കാണുന്നു. മഹായുദ്ധത്തിൽ തോറ്റപ്പോൾ അതിശക്തനായതുകൊണ്ട് തന്നെ നീ ഈ ലോകം മുഴുവൻ താങ്ങി നിൽക്കണം എന്നാണ് സിയൂസ് അറ്റ്ലസിന് വിധിച്ച ശിക്ഷ. മുന്നോട്ടുള്ള പ്രയാണത്തിൽ അറ്റ്ലസിൻ്റെ സഹായം ആവശ്യപ്പെടുമ്പോൾ അയാൾ ഇതുവരെ ക്രാറ്റോസിന് അറിയാത്ത കുറച്ച് കാര്യങ്ങൾ അവന് പറഞ്ഞു കൊടുത്തു. ഒരുപക്ഷെ ടൈറ്റാനുകൾ ജയിക്കുമായിരുന്ന യുദ്ധം വഴിതിരിച്ചുവിട്ടത് സിയൂസിൻ്റെ കയ്യിലുള്ള ഒളിമ്പസിൻ്റെ വാളാണ്. ആ യുദ്ധത്തിലേറ്റ തോൽവിക്ക് പകരമായാണ് ഗയ നിന്നെ സഹായിക്കുന്നത്. അന്ന് സിയൂസ് ഉപയോഗിച്ച അതേ വാളുണ്ടെങ്കിൽ മാത്രമേ സിയൂസിനെ നിനക്ക് തോൽപ്പിക്കാൻ കഴിയൂ. അറ്റ്ലസ് തൻ്റെ എല്ലാ ശക്തിയും ക്രാറ്റോസിന് കൊടുക്കുകയും അവനെ വിധിയുടെ കൊട്ടാരത്തിൽ കയറാൻ പാകത്തിൽ സഹായിക്കുകയും ചെയ്യുന്നു. അവിടെ നിന്ന് അവന് മുന്നോട്ടുള്ള പ്രയാണം വളരെ ദുസ്സഹമായിരുന്നു. ഒരുപാട് ശത്രുക്കളെയൊക്കെ നേരിടേണ്ടി വരുന്നു. വഴിയിൽ ഒരു ഇരുണ്ടുമൂടിയ സ്ഥലത്ത് വെച്ച് കാണാൻ കഴിയാത്ത ഒരു ശത്രുവിനെ ക്രാറ്റോസ് നേരിട്ടു.
എന്നാൽ അയാൾ കൊല്ലപ്പെട്ടപ്പോൾ ക്രാറ്റോസ് ഞെട്ടലോടെ കണ്ടു അത് തന്നെ ആരാധിക്കുന്ന സ്പാർട്ടൻ പടയാളികളുടെ നേതാവാണ്. ഈ ചതി എങ്ങനെ പറ്റി? ആ യോദ്ധാവ് അവസാന വാക്കുകളായി പറയുന്നത് സിയൂസിന്റെ അടുത്ത ചതിയെപ്പറ്റിയാണ്. ക്രാറ്റോസിന്റെ മരണത്തിന് ശേഷം ഇരുളിന്റെ മറവിൽ സിയൂസ് സ്പാർട്ട മുഴുവൻ ആക്രമിക്കുന്നു. അവിടെ ആകെ ബാക്കിയായത് ഈ പടയാളിയാണ്. ഒരുപക്ഷെ വിധിയുടെ സഹോദരിമാരെ കണ്ടു ചോദിച്ചാൽ സ്പാർട്ടയെ രക്ഷിക്കാൻ കഴിഞ്ഞേക്കാം എന്ന പ്രതീക്ഷയിലാണ് അയാൾ ഇങ്ങോട്ട് വന്നത്. അത് ക്രാറ്റോസിനെ ചെറുതായിട്ടൊന്നുമല്ല ചൊടിപ്പിച്ചത്. പക്ഷേ എങ്ങനെയെങ്കിലും സിയൂസിനടുത്ത് എത്തണമെന്നുള്ള ആഗ്രഹത്തിന് മൂർച്ച കൂട്ടാനേ ഈ ചതി സഹായിച്ചുള്ളൂ. വഴിയിലെ തടസ്സങ്ങളെല്ലാം തരണം ചെയ്ത് വീണ്ടും മുന്നോട്ട് പോകുന്ന ക്രാറ്റോസിന് എങ്ങനെയെങ്കിലും വിധിയുടെ സഹോദരിമാരുടെ അടുത്തെത്തണം. പക്ഷെ അതിന് പറക്കാൻ സഹായിക്കുന്ന എന്തെങ്കിലും കൂടിയേ തീരൂ. അങ്ങനെ അവിടെ തടവിലാക്കപ്പെട്ടിരിക്കുന്ന ഫീനിക്സ് പക്ഷിയെ ക്രാറ്റോസ് മോചിപ്പിച്ചു. മരണപ്പെട്ട് തീയിൽ നിന്ന് വീണ്ടും ജീവൻ വെച്ച് വരുന്ന ഫീനിക്സ് പക്ഷിയെ എല്ലാവർക്കും അറിയാം. ഫീനിക്സ് പക്ഷിയുടെ സഹായത്തോടെ അവൻ വിധിയുടെ സഹോദരിമാരുടെ കൊട്ടാരത്തിലേക്ക് യാത്രയായി. വിധിയുടെ സഹോദരിമാർ 3 പേരായിരുന്നു. എന്നാൽ ആദ്യത്തെ 2 പേരെ ക്രാറ്റോസിന് അവിടെ കാണാൻ സാധിച്ചു, ലെക്കേസിസും അത്രോപ്പസും. ഇവർ ക്രാറ്റോസിനെ സഹായിക്കാൻ കൂട്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല, നീ ഇവിടം വരെ എത്തിയത് തന്നെ ഞങ്ങളുടെ ഔദാര്യമാണെന്ന് പരിഹസിക്കുകയും ചെയ്യുന്നു. മറ്റു ശത്രുക്കളെ പോലെ ഇവരെ നേരിടുന്നത് അത്ര എളുപ്പമായിരുന്നില്ല. കാരണം വിധിയും സമയവുമെല്ലാം എഴുതുന്നതും കണക്ക് കൂട്ടുന്നതും ഇവരാണല്ലോ. ആദ്യത്തെ സഹോദരിയെ വധിക്കുമ്പോൾ രണ്ടാമത്തെ ആൾ ക്രാറ്റോസിനെ അവൻ്റെ പൂർവ്വകാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. എയ്രീസുമായി യുദ്ധം നടന്ന ദിവസം. നിനക്ക് ശക്തിയായതും തുണയായതും ഈ പാലമാണ്. ഈ പാലമില്ലായിരുന്നെങ്കിൽ നിനക്ക് എയ്രീസിനെ കൊല്ലാൻ സാധിക്കില്ലായിരുന്നു. നമുക്ക് ആ പാലം എടുത്തു മാറ്റിയാൽ നിനക്ക് മറ്റൊരു വിധിയായിരിക്കും കിട്ടുന്നത്. ആ പാലം നശിപ്പിച്ച് ക്രാറ്റോസിൻ്റെ മരണം എയ്രീസിൻ്റെ കൈകൊണ്ടാക്കാൻ അവൾ ശ്രമിച്ചു. ക്രാറ്റോസിൻ്റെ ചെറുത്തുനിൽപ്പിൽ ആ പാലം തകർക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, വിധിയുടെ കണ്ണാടിക്കുള്ളിൽ രണ്ടാമത്തെ സഹോദരി പെട്ടുപോവുകയും ചെയ്തു. ആദ്യത്തെ സഹോദരിമാരിൽ നിന്ന് ക്രാറ്റോസിന് സമയം നിയന്ത്രിക്കാനുള്ള ശക്തി കിട്ടുന്നു. അതുമായി അവൻ മൂന്നാമത്തെ വിധി നെയ്യുന്നവൾ എന്നറിയപ്പെടുന്ന ക്ലോത്തോ എന്ന സഹോദരിയെ നേരിടാൻ പോയി. മറ്റെല്ലാ രീതികളിലും സഹോദരിമാരിൽ നിന്ന് വ്യത്യസ്തമായിരുന്നെങ്കിലും മരണം അവൾക്കും ക്രാറ്റോസിൻ്റെ കൈകൊണ്ട് തന്നെ ആയിരുന്നു. അങ്ങനെ വിധി നെയ്തെടുക്കുന്ന ശക്തിയും ക്രാറ്റോസ് കൈക്കലാക്കി. എന്നിട്ടവൻ സിയൂസ് തന്നെ വഞ്ചിച്ചതിൻ്റെ തൊട്ടു മുന്നിലുള്ള നിമിഷങ്ങളിലേക്ക് പോകുന്നു. അവിടെ എത്തി വാള് കൈക്കലാക്കുമെങ്കിലും സിയൂസിന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇതെങ്ങനെ സാധിച്ചു? ക്രാറ്റോസ് മറുപടി കൊടുത്തത്, വിധിയുടെ സഹോദരിമാർ ഇനിയില്ല. നിന്റെ വിധിയും സമയവും ഞാനാണ് നിയന്ത്രിക്കുന്നത്. തനിക്ക് ദൈവിക ശക്തിയുള്ള സമയത്തോട്ടാണ് തിരിച്ചു പോയത് എന്നതുകൊണ്ട് ക്രാറ്റോസിന് സിയൂസിനെ നേരിട്ട് നിൽക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ട് തന്നെ അവർ മേഘങ്ങൾക്കിടയിലുള്ള ഒളിമ്പസിൻ്റെ ഒരു ചെറിയ മലമുകളിലെത്തുന്നു. സിയൂസ് തൻ്റെ സർവ്വശക്തിയും എടുത്തപ്പോൾ ക്രാറ്റോസിന് ഒരു കാര്യം മനസ്സിലായി. തനിക്ക് സിയൂസിനെ നേരിടാനല്ലാതെ തോൽപ്പിക്കാൻ കഴിയില്ല. ദൈവങ്ങൾ തന്നോട് ചെയ്തതുപോലെ അവരെ തിരിച്ചും ചതിക്കാൻ വേണ്ടി താൻ കീഴടങ്ങുകയാണ് എന്ന് സിയൂസിനോട് പറയുന്നു. അത് വിശ്വസിക്കുന്ന സിയൂസിനെ അപ്രതീക്ഷിതമായി ആക്രമിക്കുന്നത് കൊണ്ട് തന്നെ അയാളെ കീഴ്പ്പെടുത്താൻ ക്രാറ്റോസിന് പറ്റി. ഒടുവിൽ സിയൂസിനെ കൊല്ലാൻ വേണ്ടി തന്നെ ക്രാറ്റോസ് വീശുന്ന ഒളിമ്പസിൻ്റെ വാളിന് മുന്നിൽപ്പെടുന്നത് അഥീനയായിരുന്നു. എവിടെ നിന്നോ പ്രത്യക്ഷപ്പെട്ട അവർ എന്തിന് വാളിനിരയായി? ക്രാറ്റോസ് ഞെട്ടലോടെ അവരെ നോക്കുമ്പോൾ സിയൂസ് ആ സമയം മുതലാക്കി രക്ഷപ്പെട്ടു. ക്രാറ്റോസ് അഥീനയോട് ചോദിച്ചു, എന്തിനാണ് നീ സിയൂസിനെ രക്ഷിക്കുന്നത്? അവർ മറുപടി കൊടുത്തത്, ഞാൻ ഒളിമ്പസിനെ രക്ഷിക്കാനാണ് നോക്കുന്നത്. സിയൂസ് തന്നെയാണ് ഒളിമ്പസ്. എന്നിട്ട് അതുവരെ ക്രാറ്റോസ് മനസ്സിലാക്കാത്ത ഒരു സത്യം കൂടി അവർ വെളിപ്പെടുത്തുന്നു. ഒരു മകനും സ്വന്തം അച്ഛനെ കൊല്ലാൻ പാടില്ല. സിയൂസ് നിന്റെ അച്ഛനാണ്. ക്രോണോസിന് തൻ്റെ മകൻ കാരണം തൻ്റെ നാശം വരുമെന്നൊരു വെളിപാടുണ്ടായപ്പോൾ സിയൂസിന് കിട്ടിയ വെളിപാടും അതുപോലെ തന്നെ ഉള്ളതായിരുന്നു. നിന്റെ മക്കളിൽ മുഖത്തടയാളമുള്ളവൻ നിന്നെ വധിക്കും. അങ്ങനെയാണ് ക്രാറ്റോസിൻ്റെ സഹോദരൻ ഡെയ്മോസ് തട്ടിക്കൊണ്ടു പോകപ്പെടുന്നതും. ഇത് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് ക്രാറ്റോസ് ഇത് നിഷേധിക്കുന്നു എന്ന് മാത്രമല്ല, സിയൂസിനെ തോൽപ്പിക്കണമെന്ന് ഉറച്ചു തീരുമാനിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അഥീനയും മരിക്കുമ്പോൾ ക്രാറ്റോസ് പോയത് ഗയയുടെ അടുത്തേക്കാണ്. ഒരുപക്ഷെ ടൈറ്റാനുകൾ തോറ്റിട്ടുണ്ടാകാം. എന്നാൽ ഇപ്പോൾ സമയം നിയന്ത്രിക്കുന്നത് ഞാനാണ്. നിങ്ങളെ ഞാൻ തിരികെ കൊണ്ടുവരാം ഒളിമ്പസ് കീഴടക്കാൻ. മറ്റൊരിടത്ത് ദൈവങ്ങൾ എങ്ങനെ ക്രാറ്റോസിനെ നേരിടണം എന്ന ആലോചനയിലായിരുന്നു. പൊടുന്നനെ മലനിരകൾ വിറച്ചു. സിംഹാസനത്തിന് ചുറ്റുമുണ്ടായിരുന്ന തൂണുകളും മറ്റും നിലം പതിച്ചു. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ദൈവങ്ങളെല്ലാം ഒളിമ്പസിൽ നിന്ന് താഴോട്ട് നോക്കി.
അവർ കണ്ടത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാഴ്ചയായിരുന്നു. മലയുടെ മടവുകൾ കയറി വരുന്ന പടുകൂറ്റൻ ടൈറ്റാനുകൾ. ഏറ്റവും മുന്നിലുള്ള ഗയയുടെ മുകളിൽ നിന്ന് ക്രാറ്റോസിനെ കാണാമായിരുന്നു. അങ്ങ് താഴെ പട്ടണങ്ങൾ എരിഞ്ഞടങ്ങുമ്പോൾ ടൈറ്റാനുകൾ അവയുടെ ഇടയിൽ കൂടി നടന്നു വരുമ്പോൾ ഗയയുടെ മുകളിൽ നിന്ന് ക്രാറ്റോസ് സിയൂസിനെ നോക്കി വിളിച്ചു പറഞ്ഞു, സിയൂസ്, നിന്റെ മകനെത്തി, ഒളിമ്പസിന്റെ നാശവുമായി. വിജയത്തിൽ പടുത്തുയർത്തിയ കഥയാണ് ഒളിമ്പസ് മലനിരകൾക്കെന്നും പറയാനുണ്ടായിരുന്നത്. പാതാളത്തിൽ നിന്ന് തുടങ്ങിയ ആത്മാക്കളുടെ നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഒളിമ്പസ് വിജയത്തിൻ്റെയും ശക്തിയുടെയും പര്യായമായിരുന്നു. എന്നാൽ ഇന്ന് ആ ഖ്യാതിക്കുമേൽ കരിനിഴൽ വീഴ്ത്താൻ കേവലം ഒരു മനുഷ്യൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കൂറ്റൻ ടൈറ്റാനുകൾ മലനിരകൾ കയറുമ്പോൾ മുകളിൽ ദൈവങ്ങളും തയ്യാറെടുക്കുകയായിരുന്നു. ഹെലിയോസും ഹെർമസും പൊസൈഡണും ഹെയ്ഡീസുമൊക്കെ അവരവരുടെ കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ യാത്രയായി. ഹെർക്കുലീസിന്റെ പടയാളികൾ ടൈറ്റാനുകൾക്ക് നേരെയും തിരിഞ്ഞു. ആദ്യമായി ടൈറ്റാനുകൾക്കെതിരെ നീങ്ങിയതയോ പൊസൈഡൺ ആയിരുന്നു. മുന്നിലുണ്ടായിരുന്ന ടൈറ്റാനെയും കൊണ്ട് കടലിന്റെ ദൈവം കടലിലോട്ട് തന്നെ വാഞ്ഞു. ഒരു നിമിഷം കടൽ ശാന്തമായി. പൊടുന്നനെ കടലിൽ നിന്ന് പൊങ്ങി വന്നത് ഒരു ഭീമൻ പാമ്പായിരുന്നു. കുതിരയുടെ തലയും ഞണ്ടിന്റെ കൈകളും പാമ്പിന്റെ ശരീരവുമുള്ള ഒരു കൂറ്റൻ സർപ്പം. ആ രൂപത്തിനുള്ളിൽ അതിനെ നിയന്ത്രിച്ചുകൊണ്ട് പൊസൈഡൺ ഉണ്ടായിരുന്നു. ചെങ്കുത്തായ പാറയിടുക്കുകളിൽ നിന്ന് ഗയയെയും ക്രാറ്റോസിനെയും അടർത്തി മാറ്റാൻ ആവും വിധം പൊസൈഡൺ ശ്രമിച്ചു. ക്രാറ്റോസ് അവയെല്ലാം നേരിട്ടു എന്ന് മാത്രമല്ല, പൊസൈഡനെ തളർത്താനും അവന് കഴിഞ്ഞു. ഒടുവിൽ ആ രൂപത്തിനുള്ളിൽ ഒളിച്ചിരുന്ന പൊസൈഡനെ അടർത്തിയെടുത്തുകൊണ്ട് ക്രാറ്റോസ് ആ ജലജീവിയുടെ അന്ത്യം കുറിച്ചു. എന്നിട്ട് വീണ്ടും കടലിലേക്ക് ഇറങ്ങി രക്ഷപ്പെടാൻ ശ്രമിച്ച പൊസൈഡനെ കൊന്ന് കടലിലോട്ട് തന്നെ അവൻ തള്ളി. കടലിന്റെ സംരക്ഷകന്റെ മരണത്തിൽ പ്രതിഷേധമെന്നോണം കടൽ ക്ഷുഭിതമായി ഗ്രീസിലെങ്ങും വെള്ളം പൊങ്ങി. താഴ്ന്നു കിടന്ന പട്ടണങ്ങളും ദ്വീപുകളും വെള്ളത്തിനടിയിലായി. ഗയയും ക്രാറ്റോസും പിന്നെയും മുകളിലോട്ട് പോയി. മുകളിലെത്തുമ്പോൾ സിയൂസിന്റെ കരുത്തിനു മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പോലും രണ്ടാൾക്കും കഴിഞ്ഞില്ല. അവിടെ നിന്ന് വീഴുന്നതിനിടയിൽ ക്രാറ്റോസിനെ ഗയ രക്ഷിച്ചില്ല എന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടി അവനോട് വെളിപ്പെടുത്തി. ഇത് ദൈവങ്ങളും ടൈറ്റാനുകളും തമ്മിലുള്ള യുദ്ധമാണ്. നീ ഞങ്ങൾക്ക് ഒരു നിമിത്തമായി എന്ന് മാത്രം. ഒരുപാട് നേരം പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവിടെ നിന്ന് താഴോട്ട് പതിക്കുന്ന ക്രാറ്റോസ് ചെന്ന് വീഴുന്നത് ആത്മാക്കളുടെ നദിയിലാണ്. അവിടെ വെച്ച് അയാളുടെ ആയുധങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. ആത്മാക്കളുടെ നദിയിലൂടെയുള്ള യാത്ര ചെന്ന് അവസാനിക്കുന്നത് ഹേഡീസിന്റെ ലോകമായ പാതാളത്തിലാണ്. അവിടെ കരകയറുമ്പോൾ അപ്രതീക്ഷിതമായൊരു അതിഥി ക്രാറ്റോസിനെ തേടിയെത്തുന്നു. അഥീനയുടെ ആത്മാവ്. സിയൂസിനെ രക്ഷിച്ചതിന്റെ പേരിൽ അവരെ ദേവരാജാവ് മറ്റൊരു തലത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ടായിരുന്നു, ഒരിക്കലും മരണമില്ലാത്ത അവസ്ഥയിലേക്ക്. പക്ഷെ അഥീനയുടെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റവും പ്രകടമായിരുന്നു. തന്റെ പഴയ ആയുധങ്ങൾക്ക് പകരം ക്രാറ്റോസിന് പുതിയ ആയുധങ്ങൾ നൽകുകയും സിയൂസിനെ കൊല്ലണമെങ്കിൽ ഒളിമ്പസിലെ തീയുടെ സഹായത്തോടെ പറ്റൂ എന്ന് പറയുകയും ചെയ്യുന്നു. സിയൂസിനെ രക്ഷിക്കാൻ വേണ്ടി മരണം വരിച്ചയാൾ എന്തിനാണ് ഇങ്ങനെ സഹായിക്കുന്നത്? അതിനൊരു വ്യക്തമായ ഉത്തരമില്ലാതെ അഥീന അവിടെ നിന്ന് മാഞ്ഞു പോകുന്നു. എന്നിട്ട് ഹേഡീസിന്റെ ലോകത്തോട്ട് നടക്കുമ്പോൾ അവിടെ പാതാളത്തിലെ വിധികർത്താക്കളെ ക്രാറ്റോസ് കാണുന്നു. ഒരു മനുഷ്യന് എന്ത് ശിക്ഷ കിട്ടണം എന്ന് തീരുമാനിക്കുന്നതും മരണാനന്തര ജീവിതം എങ്ങനെ ആകണം എന്ന് തീരുമാനിക്കുന്നതും ഇവരാണ്. അവർ പറഞ്ഞത്, മരണാനന്തര ജീവിതം നിനക്ക് വേണ്ടി തയ്യാറായിട്ടില്ല. പിന്നീട് ആ ലോകത്ത് വെച്ച് തന്നെ ഒരു കൊച്ചു പെൺകുട്ടിയുടെ പ്രതിമ ക്രാറ്റോസ് കാണുന്നു. തൻ്റെ മകളായ കെലിയോപ്പിയുമായി അസാധാരണമാം വിധം രൂപസാദൃശ്യമുണ്ടായിരുന്നത് കൊണ്ട് ക്രാറ്റോസ് അവരെ പെട്ടെന്ന് ശ്രദ്ധിച്ചു. അവരുടെ പേര് പണ്ടോറ എന്നായിരുന്നു. താൻ അപകടത്തിലാണെന്നും തന്നെ രക്ഷിക്കണമെന്നും അവർ ആവശ്യപ്പെടുമ്പോൾ അത് കൂട്ടാക്കാതെ തന്നെ ക്രാറ്റോസ് മുന്നോട്ടു പോകുന്നു. പിന്നീട് അവൻ എത്തുന്നത് പാതാളത്തിൽ തളയ്ക്കപ്പെട്ടിരിക്കുന്ന ശില്പികളുടെ ദൈവമായ ഹെഫസ്റ്റസിന്റെ സമീപമാണ്. ഹെഫസ്റ്റസ് പറയുന്നത് തനിക്ക് വന്ന ഈ വിധി ക്രാറ്റോസിന്റെ ചെയ്തികൾ മൂലം ഉണ്ടായതാണെന്നും തൻ്റെ മകളായ പണ്ടോറയെ സിയസ് തട്ടിയെടുക്കാൻ കാരണം ക്രാറ്റോസ് ആണെന്നും അയാൾ ആരോപിക്കുന്നു. എന്നിട്ട് അവിടെ സൂക്ഷിച്ചിരിക്കുന്ന അനേകമായിരം പണ്ടോറയുടെ പ്രതിമകളെ അവൻ ചൂണ്ടിക്കാണിച്ചു. എൻ്റെ മകൾ എവിടെയോ ജീവനോടെയുണ്ട് എന്നവൻ പറയുകയും ചെയ്തു. അയാൾ കൊടുത്ത പുതിയ ആയുധങ്ങളുമായി ക്രാറ്റോസ് പാതാള ലോകത്തിലൂടെ വീണ്ടും മുന്നോട്ട് പോയി. ഒടുവിലവൻ ഹെയ്ഡീസിന്റെ മുന്നിൽ തന്നെ എത്തി. പാതാള ലോകത്തിന്റെ ദൈവം. ക്രാറ്റോസിന് പോന്ന ഒരു എതിരാളിയായിരുന്നു ഹെയ്ഡീസ്. ഘോരമായ യുദ്ധത്തിനൊടുവിൽ ആത്മാക്കളുടെ നദിക്കരയിൽ വെച്ച് ഹെയ്ഡീസിനെ ക്രാറ്റോസ് വകവരുത്തുമ്പോൾ അയാളുടെ ശരീരത്തിൽ നിന്ന് അനേകമായിരം ആത്മാക്കൾ പൊട്ടിപ്പുറപ്പെടുന്നു. മരണശേഷം ശിക്ഷയായി അയാൾ തളച്ചിട്ടിരുന്നവയായിരുന്നു അവയെല്ലാം. ഇവ ദുഷ്ടശക്തികളുടെ രൂപമെടുത്ത് ഗ്രീസ് മുഴുവൻ വ്യാപിക്കുകയും ചെയ്തു. എന്നാൽ പിന്നെയും ക്രാറ്റോസ് പണ്ടോറയുടെ മറ്റൊരു പ്രതിമയുടെ മുമ്പിലെത്തുന്നു.
അവിടെ വെച്ച് മകളുടെ ഓർമ്മകൾ വന്നതുകൊണ്ടാകാം അവളെ രക്ഷിച്ചാലോ എന്നൊരാലോചന ക്രാറ്റോസിന്റെ മനസ്സിൽ എവിടെയോ തോന്നി. എന്നാൽ അഥീന അതിൽ നിന്ന് അവനെ പിന്തിരിപ്പിച്ചു. നിനക്കിപ്പോൾ നിന്റെ ലക്ഷ്യമാണ് പ്രാധാന്യം. അങ്ങനെ പാതാള ലോകത്തിനുള്ളിലുള്ള വഴിയിലൂടെ ഒളിമ്പസിന്റെ മുകളിലോട്ട് ക്രാറ്റോസ് കയറിപ്പറ്റുന്നു. അവിടെ ഒളിമ്പസിന്റെ മലഞ്ചെരുവിൽ മുകളിലോട്ട് കയറിപ്പറ്റാൻ ശ്രമിക്കുന്ന ഗയയെ ക്രാറ്റോസ് കാണുന്നു. തന്നെ ചതിച്ചതിൻ്റെ പേരിലും മുന്നോട്ടുള്ള പ്രയാണങ്ങൾക്ക് അവരൊരു തടസ്സമായി നിന്നതിൻ്റെ പേരിലും ഗയയുടെ കൈ ക്രാറ്റോസ് ഛേദിക്കുകയും അവിടെ നിന്ന് കൈവിട്ട് അവർ താഴോട്ട് പതിക്കുകയും ചെയ്യുന്നു. ഒളിമ്പസിലെ ഒരു കൊട്ടാരത്തിൻ്റെ നടുമുറ്റത്തെത്തുമ്പോൾ തൻ്റെ തേരിൽ കറങ്ങി നടന്ന് കൊട്ടാരം ആക്രമിക്കാൻ ശ്രമിക്കുന്ന ടൈറ്റാനിനെ നേരിടുന്ന ഹെലിയോസിനെ അവൻ കാണുന്നു. ടൈറ്റാനുമായുള്ള യുദ്ധത്തിൽ സൂര്യദേവനായ ഹെലിയോസ് തോക്കുകയും തീർത്തും അവശനായ അവസ്ഥയിൽ അയാൾ ക്രാറ്റോസിനോട് രക്ഷിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഒളിമ്പസിലെ തീ എവിടെയാണെന്നും എങ്ങനെ എടുക്കണമെന്നും ചോദിക്കുമ്പോൾ ആ തീയിലോട്ട് കയറിയാൽ നിനക്കതിൻ്റെ ശക്തി കിട്ടുമെന്ന് പറഞ്ഞ് ഹേലിയോസ് കബളിപ്പിക്കാൻ നോക്കുന്നു. ആരാ തീയിൽ കയറിയാലും അവരവശേഷിച്ചിരിക്കില്ല എന്ന വസ്തുത നേരത്തെ തന്നെ അവനറിയാമായിരുന്നു. അങ്ങനെ സൂര്യദേവനായ ഹെലിയോസിന്റെ തല അറുത്തെടുത്ത് ക്രാറ്റോസ് അവനെ വകവരുത്തുമ്പോൾ ആകാശത്തു നിന്ന് സൂര്യൻ അപ്രത്യക്ഷമായി. ഗ്രീസ് ആകമാനം ഇരുട്ട് പടർന്നു. പിന്നീട് ക്രാറ്റോസ് എന്ന് പെടുന്നത് ഹെർമസിന്റെ മുന്നിലാണ്. ദൈവങ്ങളിലെ സന്ദേശവാഹകൻ എന്നറിയപ്പെടുന്ന ഹെർമസിനെ ആരാധിച്ചിരുന്നവർ മിക്കവരും കച്ചവടക്കാരും മറ്റുമായിരുന്നു. ഒരു ദൈവമായിരുന്നിട്ടും ക്രാറ്റോസ് വെറുമൊരു മനുഷ്യനാണെന്നും അയാൾക്ക് മനുഷ്യരുടെ ശക്തിയും മനുഷ്യരുടെ സ്വഭാവവുമാണെന്നും അയാൾ കരുതിയിരുന്നത് കൊണ്ട് ആവശ്യത്തിലധികം അയാൾ പരിഹസിക്കുന്നു. സ്വന്തം ചോര ചിന്തിയവൻ, ദീർഘദൃഷ്ടി ഇല്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞ് ക്രാറ്റോസിനെ അലട്ടുന്ന ഹെർമസ് അവൻ്റെ വേഗത കൊണ്ട് തന്നെ ക്രാറ്റോസിൻ്റെ കയ്യിൽ നിന്ന് പലപ്പോഴും തെന്നി മാറുന്നു. അങ്ങനെ ഒടുവിൽ ഒളിമ്പസിന്റെ തീനാളത്തിനടുത്ത് ക്രാറ്റോസ് എത്തി. പക്ഷേ അതിനകത്തൊരു പെട്ടി ഉണ്ടായിരുന്നു, പണ്ടോറയുടെ പെട്ടി. എയ്രീസിനെ കൊല്ലുന്നതിന് മുമ്പ് ക്രാറ്റോസ് തുറന്ന പെട്ടി. അഥീന വീണ്ടും അവിടെ പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട് പറയുന്നു, ടൈറ്റാനുകളും ദൈവങ്ങളും തമ്മിലുള്ള മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഒരുപാട് ദുഷ്ടശക്തികൾ ലോകത്തുണ്ടായിരുന്നു. വെറുപ്പ്, ഭയം, ആർത്തി തുടങ്ങിയവയൊക്കെ അധികമായിരുന്നു. തൻ്റെ ഭരണകാലത്ത് ഇത്തരം ശക്തികളെ പൂട്ടിയിടണമെന്ന് കരുതിയത് കൊണ്ട് തന്നെ സിയസ് ഒരു പെട്ടിയുണ്ടാക്കാൻ ദൈവങ്ങളുടെ ശില്പിയായ ഹെഫസ്റ്റസിനോട് പറഞ്ഞു. അങ്ങനെ ഹെഫസ്റ്റസ് തയ്യാറാക്കിയതാണ് പണ്ടോറയുടെ പെട്ടി. ഒളിമ്പസിന്റെ തീയുടെ ഉള്ളിൽ നിന്ന് ഇത് എടുക്കണമെങ്കിൽ പണ്ടോറയുടെ സഹായം വേണം. അങ്ങനെ പണ്ടോറയെ തേടിപ്പോകാൻ ക്രാറ്റോസ് തീരുമാനിക്കുകയും അവൻ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. എന്നാൽ അതിനിടയ്ക്ക് ഒരു ചെറിയ സ്ഥലത്ത് വെച്ച് ഹെർമസ് ക്രാറ്റോസിന്റെ മുന്നിൽ അകപ്പെടുകയും ക്രാറ്റോസ് അവനെ വകവരുത്തുകയും ചെയ്യുന്നു. മരണസമയത്തും ക്രാറ്റോസിനോട് പരിഹാസവും അവജ്ഞയും വെച്ച് പുലർത്തുന്ന ഹെർമസിന്റെ മരണശേഷം ഗ്രീസ് ആകമാനം വ്യാധികൾ പടരുന്നു. അടുത്തതായി ക്രാറ്റോസ് കാണുന്നത് ഹെറയെയാണ്, സിയൂസിന്റെ ഭാര്യയായ ഹെറയെ. പണ്ടോറ എവിടെയാണ് എന്ന് അന്വേഷിക്കുന്ന ക്രാറ്റോസിന് നേരെ ഹെറ ഹെർക്കുലീസിനെ പറഞ്ഞുവിടുന്നു. ക്രാറ്റോസിന്റെ ഇരട്ടിയോളം വലിപ്പമുള്ള ഹെർക്കുലീസിന് പക്ഷേ അവനോട് അടങ്ങാത്ത അസൂയയായിരുന്നു. അതിന് കാരണമുണ്ട്. മറ്റാർക്കും ചെയ്യാൻ കഴിയാത്തത് എന്ന പേരിൽ ഹെർക്കുലീസ് ചെയ്യുന്ന 12 കാര്യങ്ങളുണ്ട്. അവ ചെയ്തിട്ട് തന്നിൽ വന്നു ചേരാത്ത ഖ്യാതി ഒരു ദൈവത്തിനെ കൊന്നതിൻ്റെ പേരിൽ കേവലം ഒരു പട്ടാളക്കാരനായിരുന്ന ക്രാറ്റോസിന് വന്നു ചേർന്നതിലുള്ള അസൂയ. ഇതുകൊണ്ടും ക്രാറ്റോസ് ദൈവമായതുകൊണ്ടും സിയൂസിന് പ്രിയപ്പെട്ടവൻ ക്രാറ്റോസ് ആണ് എന്ന് ഹെർക്കുലീസ് കരുതി. ഈ ചിന്തകളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ക്രാറ്റോസ് നോക്കുന്നുണ്ടെങ്കിലും ഒടുവിൽ ഹെർക്കുലീസുമായി യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വരുന്നു. ഏറെക്കുറെ പരാജിതനാകുന്ന ഹെർക്കുലീസ് അവസാനം യുദ്ധത്തറ ഉയർത്തി ക്രാറ്റോസിനെ ഒളിമ്പസിൽ നിന്ന് എടുത്തെറിയാൻ നോക്കുന്നു. എന്നാൽ അതിൽ നിന്ന് കുതറിമാറി മുകളിലോട്ട് കയറുന്ന ക്രാറ്റോസ് അതേ യുദ്ധത്തറയുടെ അടിയിൽപ്പെടുത്തി ഹെർക്കുലീസിനെ തോൽപ്പിക്കുകയും വകവരുത്തുകയും ചെയ്തു. പിന്നീട് വീണ്ടും ഹൈപ്പീരിയൻ എന്ന വാതിൽ വഴി പാതാളത്തിൽ പൂട്ടിയിട്ടിരിക്കുന്ന ദേവശില്പിയായ ഹെഫസ്റ്റസിന് സമീപം ക്രാറ്റോസ് എത്തുന്നു. അവിടെ വെച്ച് ക്രാറ്റോസിനോട് പണ്ടോറയുടെ കഥ ഹെഫസ്റ്റസ് വിശദീകരിച്ചു. ദേവശില്പിയായിരുന്ന അയാൾ ഹെറയുടെയും സിയൂസിൻ്റെയും മകനാണ്. ഒരു കാലത്ത് അയാളുടെ സൃഷ്ടികളിൽ ഹെറ അഭിമാനം കൊണ്ടിരുന്നു. ലോകത്തിലെ മുഴുവൻ ദുഷ്ടശക്തികളെയും ആവാഹിക്കാൻ വേണ്ടി ഒരു പെട്ടി നിർമ്മിക്കുമ്പോൾ അത് സംരക്ഷിക്കാൻ വേണ്ടി ഹെഫസ്റ്റസ് തെരഞ്ഞെടുത്തത് ഒളിമ്പസിലെ തീയായിരുന്നു. അങ്ങനെ ആ പെട്ടിയുടെയും കൂട്ടിൻ്റെയും പണി പൂർത്തിയായപ്പോൾ ആ തീയിൽ നിന്ന് തന്നെ അതിൻ്റെ താക്കോലിന് ഒരു രൂപം വെച്ചു. അതിൻ്റെ പേരായിരുന്നു പണ്ടോറ. സ്വന്തം മകളെപ്പോലെ അയാൾ പണ്ടോറയെ നോക്കി. പണ്ടോറയ്ക്ക് തിരിച്ച് ഹെഫസ്റ്റസും ഒരു പിതാവായിരുന്നു. ഒടുവിൽ സിയൂസ് പെട്ടി കൊണ്ടുപോകാൻ വന്നപ്പോൾ പണ്ടോറയെ അയാൾ ഒളിപ്പിച്ചു വെച്ചു. ആരും എടുക്കില്ല എന്ന വിശ്വാസത്തിൽ ക്രോണോസ് എന്ന ടൈറ്റാനിന്റെ മുകളിൽ പെട്ടി പ്രതിഷ്ഠിക്കാൻ സിയൂസിനോട് പറഞ്ഞതും ഹെഫസ്റ്റസ് ആണ്. എന്നാൽ ക്രാറ്റോസ് വളരെ നിസ്സാരമായി ആ പെട്ടി തുറന്നപ്പോൾ താൻ ചതിക്കപ്പെടുകയായിരുന്നു എന്ന് സിയൂസിന് മനസ്സിലായി. അങ്ങനെ ഹെഫസ്റ്റസിനെ അയാൾ പാതാളത്തിലോട്ട് വിടുകയും പണ്ടോറയെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു.
ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ക്രാറ്റോസ് ഹെഫസ്റ്റസിനോട് പണ്ടോറയെ കണ്ടുപിടിക്കാൻ സഹായം ചോദിച്ചു. പക്ഷെ അതിനയാൾക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം ഒരിക്കൽ ആ താക്കോൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പണ്ടോറ ജീവനോടെ ഉണ്ടാകില്ല. പക്ഷെ അത് ക്രാറ്റോസിനോട് പറയുന്നതിന് പകരം ഹെഫസ്റ്റസ് ചെയ്തത് ക്രാറ്റോസിന് ഒരു ആയുധം നിർമ്മിച്ച് നൽകാം എന്നൊരു വാഗ്ദാനം കൊടുക്കുകയായിരുന്നു. ടർട്ടാറസ് എന്ന നരകക്കുഴിയിൽ മാത്രം കാണപ്പെടുന്ന ഒംഫാലസ് എന്നൊരു കല്ലുണ്ട്. അതെടുത്തുകൊണ്ടുവരാൻ വേണ്ടി ക്രാറ്റോസിനെ പറഞ്ഞു വിടുകയും അവൻ പോവുകയും ചെയ്തു. ടൈറ്റാനുകളെല്ലാം ഒളിമ്പസിൽ പോയിരിക്കുന്നത് കൊണ്ട് ടർട്ടാറസ് ശൂന്യമായിരിക്കുമെന്നാണ് ക്രാറ്റോസ് കരുതിയത്. എന്നാൽ അവിടെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളുണ്ടായിരുന്നു, ക്രോണോസ് എന്ന ടൈറ്റാൻ. ടർട്ടാറസിൻ്റെ വാതിൽ മെല്ലെ തുറക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ ഒംഫാലസ് സ്റ്റോൺ കണ്ടെത്തി തിരിച്ചു വരാം എന്നാണ് ക്രാറ്റോസ് കരുതിയത്. അവൻ്റെ പ്രതീക്ഷ അസ്ഥാനത്താക്കിക്കൊണ്ട് അവിടെ അവനെ കാത്തിരുന്നത് ക്രോണോസ് ആയിരുന്നു. ഗയയുടെ മരണത്തിന് കാരണക്കാരനായതിൻ്റെയും തന്നെ സിയൂസ് ടർട്ടാറസിലോട്ട് പറഞ്ഞു വിട്ടതിൻ്റെയും ദേഷ്യം ക്രോണോസിൻ്റെ മനസ്സിലുണ്ടായിരുന്നതുകൊണ്ട് അയാൾ ക്രാറ്റോസിനെ കൊല്ലാൻ വേണ്ടി തുനിഞ്ഞു. പർവ്വതസമമായ കൂറ്റനമ്പലം ചുമലിലുണ്ടായിരുന്നതുകൊണ്ട് അയാൾക്കത് പെട്ടെന്ന് കഴിയുമായിരുന്നില്ല. വളരെ ബുദ്ധിമുട്ടിയായാലും ക്രാറ്റോസിനെ നേരിട്ടെങ്കിലും വേഗതയിൽ അയാളെക്കാൾ മുൻപിലായതുകൊണ്ട് ക്രാറ്റോസിന് പല രീതിയിലും അയാളെ ആക്രമിക്കാൻ കഴിഞ്ഞു. ഇടയ്ക്ക് ആ പടുകൂറ്റൻ ടൈറ്റാൻ തൻ്റെ മക്കളോട് ചെയ്തതുപോലെ ക്രാറ്റോസിനെയും വിഴുങ്ങാൻ ശ്രമിച്ചു. ക്രാറ്റോസ് അപ്പോൾ അയാളുടെ വയറ്റിലുണ്ടായിരുന്ന ഒംഫാലസ് സ്റ്റോണുമായി കുടല് വഴി പുറത്തു വരികയാണ് ചെയ്തത്. വളരെ നേരത്തെ യുദ്ധത്തിനൊടുവിൽ അമ്പലം മുകളിലും ടൈറ്റാൻ അടിയിലുമായി ക്രോണോസ് നിലം പതിക്കുകയും ക്രാറ്റോസ് അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു. ക്രാറ്റോസിൻ്റെ മടക്കയാത്ര പക്ഷേ ഹെഫസ്റ്റസ് പ്രതീക്ഷിച്ചിരുന്നില്ല. ആയുധമുണ്ടാക്കി കൊടുക്കാൻ എന്ന വ്യാജേനെ ക്രാറ്റോസിനെ വകവരുത്താൻ പണിയായുധങ്ങൾ വെച്ച് ഹെഫസ്റ്റസ് ശ്രമിച്ചു. അതിൽ നിന്ന് തെന്നിമാറുന്ന ക്രാറ്റോസിൻ്റെ ആയുധത്തിന് ഹെഫസ്റ്റസ് ഇരയാകുന്നു. അയാൾ ക്രാറ്റോസിനെ കൊല്ലാൻ ശ്രമിച്ചത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല. അയാളുടെ മകളായ പണ്ടോറ ലാബിരിന്ത് എന്ന പടുകൂറ്റൻ കുരുക്കിനകത്ത് പൂട്ടിയിടപ്പെട്ടിരിക്കുകയാണ്. പണ്ടോറയെ ക്രാറ്റോസ് രക്ഷിച്ചാൽ അയാൾ അവളെ ഉപയോഗിച്ച് പണ്ടോറയുടെ പെട്ടി വീണ്ടും തുറന്നാൽ തൻ്റെ മകളെ നഷ്ടമാകും എന്ന പേടിയാണ് ഹെഫസ്റ്റസിനെ ഇതൊക്കെ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അന്ത്യശ്വാസം വലിക്കുമ്പോഴും ആ പിതാവിന് ക്രാറ്റോസിനോട് പറയാൻ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, പണ്ടോറയെ വെറുതെ വിടണം. അവിടെ നിന്ന് ലാബിരിന്ത് ലക്ഷ്യമാക്കി ക്രാറ്റോസ് യാത്രയായി. ഒളിമ്പസിനും പാതാള ലോകത്തിനുമിടയിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട നിലയിലാണ് ലാബിരിന്ത് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒളിമ്പസിൽ നിന്ന് അവിടെ എത്താനായിരുന്നു എളുപ്പം. അങ്ങനെ ഒളിമ്പസിലുള്ള ഹെറയുടെ പൂന്തോട്ടം മുറിച്ചു കടക്കുമ്പോൾ ആ സ്ത്രീ വഴിയിൽ വെച്ച് ക്രാറ്റോസിന് മേൽ പലതും ആരോപിക്കാൻ തുടങ്ങി. ഇവയൊന്നും വകവയ്ക്കുക പോലും ചെയ്യാതെ ക്രാറ്റോസ് മുന്നോട്ട് പോയി. തൻ്റെ മകൾ കെലിയോപ്പിയുമായി മുഖസാദൃശ്യമുള്ള പണ്ടോറയെ ഒടുവിൽ വേശ്യയോട് ഉപമിച്ചത് ക്രാറ്റോസിന് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. അങ്ങനെ ഭ്രാന്തൻ ജൽപ്പനകളുമായി ക്രാറ്റോസിന് പിന്നാലെ വന്ന ഹെറയെയും അയാൾ വാളിനിരയാക്കി. ഹെറ മരിച്ചപ്പോൾ ആ പൂന്തോട്ടത്തിലെ എല്ലാ ജീവജാലങ്ങളും മരണത്തിന് കീഴടങ്ങി. അങ്ങനെ അവൻ ലാബിരിന്തിൽ ഒടുവിലെത്തി. ലാബിരിന്ത് നിർമ്മിച്ചത് ഡൈഡലസ് എന്ന ശില്പിയായിരുന്നു. വിധിയുടെ സഹോദരിമാരെ തേടിപ്പോയപ്പോൾ ക്രാറ്റോസിന് തടസ്സമായി നിന്ന ഇക്കാറസ് ഡൈഡലസിൻ്റെ മകനായിരുന്നു. അവിടെ ബന്ധസ്ഥനാക്കപ്പെട്ടിരിക്കുന്ന ആ ശില്പി പക്ഷേ ക്രാറ്റോസിന് അതിനുള്ളിലോട്ടെത്താനുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നു. അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ വായുവിൽ പല സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന പെട്ടികൾ ഒരുമിച്ച് കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ നിനക്കതിൻ്റെ അകത്തെത്താം. അകത്തെത്തി അതിന് സംരക്ഷണമായി നിൽക്കുന്ന ഒരു തേളിനെയും തോൽപ്പിച്ചാൽ നിനക്ക് നിന്റെ ലക്ഷ്യം സാധിക്കാം. അങ്ങനെ തന്നെ ക്രാറ്റോസ് ചെയ്യുകയും അവസാനം പണ്ടോറയുടെ അടുത്തെത്തുകയും ചെയ്യുന്നു. അപ്പോൾ അഥീനയും അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ഇനി ലാബിരിന്ത് മുകളിലേക്ക് ഉയർത്തി ഒളിമ്പസിൽ എത്തിക്കണം. അവിടെയാണ് ഒളിമ്പസിലെ തീയും അതിനുള്ളിലെ പണ്ടോറയുടെ പെട്ടിയും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. ലാബിരിന്ത് ഉയർത്താനായി പാതാള ലോകത്ത് പോവുകയും അവിടെ ബന്ധിപ്പിച്ചിരിക്കുന്ന ചങ്ങലക്കണ്ണികൾ വേർപെടുത്തുകയും ക്രാറ്റോസ് ചെയ്തു. അങ്ങനെ ലാബിരിന്ത് മുകളിലോട്ട് ഉയർന്നു. അപ്പോഴേക്ക് ക്രാറ്റോസിൻ്റെ മനസ്സിൽ ചെറിയൊരു ചാഞ്ചാട്ടം ഉണ്ടായി തുടങ്ങിയിരുന്നു. തൻ്റെ മകളെ അനുസ്മരിപ്പിക്കുന്ന പണ്ടോറയെ മരണത്തിന് വിട്ടുകൊടുക്കാൻ ക്രാറ്റോസ് തയ്യാറായിരുന്നില്ല. പക്ഷെ പണ്ടോറ ആ പെട്ടി ലക്ഷ്യമാക്കി ഓടുകയും സിയൂസിനെ തട്ടി വീഴുകയും ചെയ്തു. സിയൂസ് അപ്പോഴും പണ്ടോറ വെറും ജീവനില്ലാത്ത മനുഷ്യനല്ലാത്ത കേവലം ഒരു വസ്തുവാണെന്നും അതോർത്ത് എൻ്റെ മകനായ ക്രാറ്റോസ് ഇങ്ങനെയാകുന്നതിൽ എനിക്ക് സഹതാപമുണ്ടെന്നും പറഞ്ഞ് ക്രാറ്റോസിനെ പരിഹസിക്കുകയും ഉപദേശിക്കുകയും ഒക്കെ ചെയ്തു. എന്നാൽ ഇതിനിടയിൽ പണ്ടോറ ആ തീയിൽ പ്രവേശിക്കുകയും ഒളിമ്പസിലെ തീ കെടുകയും ചെയ്തു. അവിടെ പെട്ടി മാത്രം അവശേഷിച്ചു. യുദ്ധത്തിൽ സിയൂസ് സ്വല്പനേരം പിന്നിലോട്ടായ നിമിഷം മുതലാക്കി ക്രാറ്റോസ് ആ പെട്ടി തുറന്നെങ്കിലും അതിൽ
അയാൾ ഞെട്ടിക്കുന്നൊരു കാര്യം കണ്ടു. ആ പെട്ടിയുടെ അകത്ത് യാതൊന്നും ഉണ്ടായിരുന്നില്ല. പണ്ടോറ മരിച്ചത് വെറുതെ ആണെന്നുള്ള തോന്നൽ ക്രാറ്റോസിനെ വല്ലാതെ അലട്ടി. അത് സിയൂസിനോടുള്ള വെറുപ്പായി അവൻ പ്രകടിപ്പിച്ചു. സിയൂസും ക്രാറ്റോസും തമ്മിൽ ഘോരമായ യുദ്ധം തുടങ്ങി. ഒളിമ്പസിലെ കൊട്ടാരങ്ങൾ തകർത്തുകൊണ്ട് ആ ദ്വന്ദ്വയുദ്ധം മുന്നേറിയപ്പോൾ അവിടെ കാഴ്ചക്കാരായി നിൽക്കാൻ ആരുമില്ലായിരുന്നു. അങ്ങനെ അവർ പുറത്തുള്ള മട്ടുപ്പാവിൽ വെച്ച് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് രണ്ടുപേർക്കും പരിചയമുള്ള ഒരാൾ ആ ചെറിയ സ്തൂപം അനായാസം എടുത്തുയർത്തി. ഒളിമ്പസിൽ നിന്ന് താഴേക്ക് വീണ ഗയയായിരുന്നു അത്. ഒരു കൈ നഷ്ടപ്പെട്ടെങ്കിലും അവർ അപ്പോഴും മരിച്ചിട്ടില്ലായിരുന്നു. രണ്ടുപേരെയും കൈപ്പിടിയിലാക്കി കൊല്ലാൻ ശ്രമിച്ച ഗയയ്ക്ക് അപ്പോൾ വിലങ്ങ് തടിയായത് അവരുടെ വേഗതയില്ലായ്മയായിരുന്നു. ക്രാറ്റോസും സിയൂസും ഗയയുടെ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. അവിടെ വെച്ചവർ വീണ്ടും യുദ്ധം തുടർന്നു. ഒടുവിൽ തൻ്റെ കയ്യിലിരുന്ന വാൾ സിയൂസിൻ്റെ ശരീരത്തിൽ കൂടി കടത്തി ഗയയുടെ ഹൃദയത്തിൽ തറച്ചപ്പോൾ ഗയ ഏറെക്കുറെ മരണത്തിന് കീഴടങ്ങി. എന്നാൽ സിയൂസ് അപ്പോഴും മരിച്ചിട്ടില്ലായിരുന്നു. അയാളപ്പോൾ ആത്മാവ് മാത്രമായിട്ടുള്ളൊരു രൂപമെടുത്ത് ക്രാറ്റോസിനെ ആക്രമിക്കാൻ വന്നു. അപ്പോൾ അവനെ രക്ഷിച്ചത് പണ്ടോറയായിരുന്നു. അവൾ ക്രാറ്റോസിനെ അയാളുടെ തന്നെ ഭൂതകാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അങ്ങനെ തൻ്റെ ഭാര്യയും മകളും തനിക്ക് മാപ്പ് നൽകിയെന്ന് വിശ്വസിക്കുന്ന ക്രാറ്റോസ് തിരിച്ചെത്തുന്നത് അതിശക്തനായാണ്. സിയൂസിൻ്റെ ആത്മാവിനെ അയാളുടെ ശരീരത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകാനും അങ്ങനെ ജീവൻ വയ്ക്കുന്ന ആ ശരീരത്തിനെ കൊല്ലാനും ക്രാറ്റോസിന് കഴിഞ്ഞു. ബാക്കിയുള്ള ദൈവങ്ങളെക്കാൾ വലിയൊരു പ്രകമ്പനത്തോടെ സിയൂസ് ഇല്ലാതായി. ഗ്രീസിൽ ശേഷിച്ചിരുന്ന എല്ലാ ജീവനും സിയൂസിനോടൊപ്പം ഇല്ലാതെയായി. തൻ്റെ ചെയ്തികൾ കാരണം തകർന്നടിയുന്ന ഗ്രീസ് നോക്കി നിൽക്കുന്ന ക്രാറ്റോസിന് സമീപം അഥീന പ്രത്യക്ഷപ്പെടുന്നു. ഒളിമ്പസിൽ നിന്ന് ഗ്രീസ് മോചിപ്പിക്കപ്പെട്ടു. ഇനി എനിക്ക് ആദ്യം മുതൽ തുടങ്ങാം എന്ന് പറയുന്ന അഥീനയുടെ ആത്മാവിൽ യാതൊരർത്ഥവും ക്രാറ്റോസ് കാണുന്നില്ല. ഒടുവിൽ അവർക്കാവശ്യമുള്ളത് അഥീന ആവശ്യപ്പെടുന്നു. പണ്ടോറയുടെ പെട്ടിയുടെ അകത്തിരുന്ന സിയൂസിനെ തോൽപ്പിക്കാൻ നിനക്ക് ശക്തി തന്ന ആയുധം എനിക്ക് വേണം. ആ പെട്ടി ശൂന്യമായിരുന്നു എന്ന് പറയുന്ന ക്രാറ്റോസിനെ വിശ്വസിക്കാൻ അവർക്ക് കഴിയുന്നില്ല. എന്നാൽ അതിനു പിന്നിൽ ഒരു കാരണമുണ്ടായിരുന്നു. ലോകത്തുള്ള മുഴുവൻ ദുഷ്ടശക്തികളെയും സിയൂസ് ആ പെട്ടിയിൽ അടച്ചപ്പോൾ ബുദ്ധിയുടെ ദേവതയായ അഥീന ചില കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടു. ആരെങ്കിലും എന്തെങ്കിലും ഈ പെട്ടി തുറക്കുകയാണെങ്കിൽ അത് കാരണം ലോകം മുഴുവൻ നശിക്കുമെന്ന്. അത് വരാതിരിക്കാൻ വേണ്ടി ലോകത്തിലെ ഏറ്റവും ശക്തമായ ആയുധം അവരതിൽ സൂക്ഷിച്ചു. പ്രതീക്ഷയായിരുന്നു അത്. എന്നാൽ അവരുദ്ദേശിച്ചതുപോലെ ആയിരുന്നില്ല കാര്യങ്ങൾ നടന്നത്. ആദ്യമായി ക്രാറ്റോസ് പെട്ടി തുറന്നപ്പോൾ തന്നെ അതിനുള്ളിലെ രണ്ട് ശക്തികളും പുറത്തു ചാടിയിരുന്നു. ദുഷ്ടശക്തികൾ ആദ്യം തന്നെ പോയത് ദൈവങ്ങളുടെ സമീപമാണ്. അവരെ പൂട്ടിയിട്ട ദൈവങ്ങളുടെ സമീപം. ശാന്ത സ്വഭാവക്കാരനും കൂർമ്മബുദ്ധിക്കാരനുമായ സിയൂസിനെ വരെ ആ ശക്തികൾ കീഴടക്കി. എന്നാൽ ക്രാറ്റോസ് അതിൽ നിന്ന് എടുത്തത് പ്രതീക്ഷയായിരുന്നു. തൻ്റെ ഭാര്യയോടും മകളോടുമുള്ള കടപ്പാടും ആ പ്രതീക്ഷ വർദ്ധിപ്പിച്ചു. പക്ഷേ ഉള്ളിലെ കുറ്റബോധവും പരാജയത്തിൻ്റെ ഭീതിയും കാരണം അയാൾക്ക് ആ ശക്തി തിരിച്ചറിയാൻ പോലും കഴിഞ്ഞില്ല. ഇതുതന്നെയാണ് പണ്ടോറ ഇടയ്ക്ക് ക്രാറ്റോസിനോട് പറഞ്ഞതും. പ്രതീക്ഷയാണ് ഏറ്റവും വലിയ ആയുധം. ഒന്നുമില്ലാത്തവൻ യുദ്ധം ചെയ്യുന്നത് പ്രതീക്ഷ കൊണ്ട് മാത്രമാണ്. കഥ പറഞ്ഞു പൂർത്തിയാക്കി അത് കൈമാറാൻ ക്രാറ്റോസിനോട് ആവശ്യപ്പെടുമ്പോൾ അയാൾ അങ്ങനെ ചെയ്യാൻ കൂട്ടാക്കുന്നില്ല. എൻ്റെ പ്രതികാരം ഇവിടെ അവസാനിക്കുന്നു എന്ന് പറഞ്ഞ് തൻ്റെ കയ്യിലിരുന്ന വാൾ അന്തരീക്ഷത്തിലേക്ക് വീശി അത് തിരിച്ചെടുത്ത് സ്വന്തം ശരീരത്തിലൂടെ തന്നെ അയാൾ കടത്തി. അയാളുടെ ദൈവിക ശക്തിയെല്ലാം അന്തരീക്ഷത്തിൽ ചേർന്നലിഞ്ഞു. ക്ഷുഭിതയായ അഥീന, നീ എന്നെ നിരാശപ്പെടുത്തി സ്പാർട്ടൻ എന്ന വാക്കുകളോടുകൂടെ ക്രാറ്റോസിനെ അവിടെ ഒറ്റയ്ക്കാക്കി പോകുന്നു. പടർന്നു വലുതാവുന്ന സ്വന്തം രക്തക്കറയ്ക്ക് നടുവിൽ അവശനായി കിടക്കുന്ന ഒരിക്കൽ വിജയത്തിൻ്റെ വെന്നിക്കൊടി പാറിച്ചിരുന്ന പടനായകനെ കൂട്ടിക്കൊണ്ടുപോകാൻ ദൈവങ്ങളാരും ഉണ്ടായിരുന്നില്ല. കടന്നു പോകുന്ന പാതകളിലെല്ലാം വിജയത്തിൻ്റെയും അക്രമത്തിൻ്റെയും ഗാഥ രചിച്ചിരുന്ന അയാൾ ഒടുവിലത്തെ തൻ്റെ യാത്ര കുറിച്ചത് ഒരു പരാജയപ്പെട്ട പോരാളിയുടെ രക്തക്കറയിലാണ്. ഇരുണ്ടുമൂടുന്ന കാർമേഘങ്ങൾക്കും പറന്നു നടക്കുന്ന ദുഷ്ട ആത്മാക്കൾക്കും വിഴുങ്ങാൻ വെമ്പി നിൽക്കുന്ന കടലിനും നടുവിൽ ഗ്രീസ് അപ്പോഴും നിശബ്ദമായി നിലവിളിക്കുന്നുണ്ടായിരുന്നു.